അല്ലാഹുവിന്റെ ദീനിനെ കൂടുതൽ അടുത്തറിയാനും ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ദീനിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ചു ജീവിക്കാനും അവസാനം കുടുംബത്തോടൊന്നിച്ച് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനും നമുക്കും നാമുമായി ബന്ധമുള്ള എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ശഅബാൻ 15 പവിത്രമായ നോമ്പ് പൂർത്തീകരിച്ച് വിശുദ്ധ റമളാനിലേക്ക് ഒരു പടി കൂടി നമ്മൾ അടുത്തിരിക്കുന്ന സമയം. ഇന്നലെ ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനമായ തൗഹീദിനെ സംബന്ധിച്ച്, ഏകദൈവ വിശ്വാസത്തെ സംബന്ധിച്ചായിരുന്നു ഒരു ചെറിയ പഠനം നാം നടത്തിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഞാനിവിടെ ആമുഖമായി ഓതിയ സൂറ ഇബ്രാഹിമിലെ 25-ാം സൂക്തത്തിന്റെ സാരമാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ്, അത് ഒരാൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അയാൾ എപ്രകാരമായിരിക്കണം എന്നതാണ് ഈ ആയത്തിന്റെ പ്രമേയം എന്ന് വരുമ്പോൾ, ഇന്നലെ നാം പഠിച്ച വിഷയത്തിന്റെ അനുബന്ധമായിട്ടാണ്, വിശദീകരണമായിട്ടാണ് ഈ പഠനം കടന്നുപോകുക എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നമ്മുടെ അടിസ്ഥാന ആദർശ കലിമ, ഇതിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ് എന്നതിന്റെ ഒരടയാളമാണ്. മുസ്ലിമായ ഒരു മനുഷ്യന് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ നമ്മൾ ആദ്യം കേൾപ്പിക്കേണ്ട ഒരു വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകമാണ്. ജനിച്ച ഉടനെ കുട്ടിയെ എടുത്ത് ഖിബിലക്ക് അഭിമുഖമായി നിന്ന് ബാങ്ക് കേൾപ്പിക്കുന്നതിലൂടെ ഇതാണ് ലക്ഷ്യം വെക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടു വേണം ഓരോ മുസ്ലിമും ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. ഇനി അത് കേൾക്കാത്ത ഒരു കാതും ഉണ്ടാകാൻ പാടില്ല. ഇതുകൊണ്ട് തന്നെ ആ വചനത്തെ ചുരുങ്ങിയത് ഒരു ദിവസം 5 സമയങ്ങളിലായി 10-ലേറെ തവണ, 15 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പരസ്യം ചെയ്യണം എന്നതാണ് ഇസ്ലാമിക നിയമം. നമ്മൾ ബാങ്ക് എന്ന് പറയുന്ന ആ കർമ്മത്തിന്റെ അറബിയിലുള്ള പേര് അൽ അദാൻ എന്നാണ്. അൽ അദാൻ എന്ന് പറഞ്ഞാൽ പരസ്യം എന്നാണ് അതിന്റെ മലയാള പരിഭാഷകളിലൊന്ന്. തൗഹീദിനെ പരസ്യം ചെയ്യുകയാണ്. ഓരോ മാസവും മുസ്ലിം ലോകം കോടിക്കണക്കിന് രൂപകളാണ് ഈ കലിമത്തു തൗഹീദിന്റെ പ്രചാരണത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഈ പഞ്ചായത്തിൽ മാത്രം എത്ര പള്ളിയുണ്ട്, എത്ര മുഅദ്ദിനുണ്ട്? കോഴിക്കോട് ജില്ലയിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ, ഏഷ്യയിൽ, ലോകത്ത് ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ലക്ഷക്കണക്കായ പള്ളികളിൽ നിന്ന് ഈ പരസ്യം വിളിച്ചു പറയപ്പെടുകയും ചെറുതെങ്കിലും മാസാന്തം ആ പരസ്യം ചെയ്യുന്നവർക്ക് നമ്മൾ നൽകുന്ന സംഖ്യ
ഒന്ന് കൂട്ടി നോക്കിയാൽ ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപ വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തിരുവചനത്തിന്റെ പ്രചാരണമാണ്. മാത്രമല്ല, ഒരു മുസ്ലിമായ മനുഷ്യന്റെ നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ ഈ ഷഹാദത്ത് കലിമ ഉച്ചരിക്കണം. നമ്മൾ നിസ്കാരത്തിന്റെ ഫർളുകളെ കൂട്ടത്തിൽ പഠിച്ച ഒന്നാണ് അത്തശഹുദ്. അതിന് നമ്മൾ അർത്ഥം പറയല് അത്തഹിയാത്ത് ഓതാനാണ്. അത്തശഹുദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലുക എന്നാണ്. അത്തഹിയാത്തിന്റെ മർമ്മം അതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത്തഹിയാത്തിൽ ഈ ഷഹാദത്ത് കലിമ ചൊല്ലുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് ആ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുള്ളത്. ഇത് ചൊല്ലാതെ നമ്മുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഓരോ ദിവസവും 10-ലേറെ പ്രാവശ്യം നിർബന്ധമായും ഓരോ മുസ്ലിമും ചൊല്ലിയിരിക്കേണ്ട വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം. ഇത് അവിടെയും അവസാനിക്കുന്നില്ല. നിസ്കാരാനന്തരം 10 പ്രാവശ്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലുന്നത്. മയ്യിത്ത് കൊണ്ടുപോകുന്ന സമയത്തും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അക്സിറു ഫിൽ ജനാസ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം എന്ന കലിമ നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഇതിനൊക്കെ പുറമെയാണ് ഈ വാക്ക് ചൊല്ലുന്നതിന് വേണ്ടി കൂട്ടമായി ഇരുന്ന് സിക്റിന്റെ ഹൽക്കകൾ നമ്മൾ നടത്തുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ഇദാ മറർതും ബിരിയാദിൽ ജന്നത്തി ഫർതാഉ. നിങ്ങൾക്ക് സ്വർഗത്തോപ്പിന്റെ ചാരത്തൂടെ നടക്കാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ ആ സ്വർഗത്തോപ്പിലേക്കൊന്ന് കയറി മേഞ്ഞിട്ട് വേണം പോകാൻ. സ്വഹാബത്ത് ചോദിച്ചു, വമാ റിയാദുൽ ജന്ന, ഏതാണ് നബിയെ ആ സ്വർഗത്തോപ്പ്? ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിലഖുൽ ദിക്രി. അത് ദിക്റിന്റെ ഹൽക്കകളാകുന്നു, മജ്ലിസുകളാകുന്നു. 1000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ദിക്റിന്റെ മജ്ലിസുണ്ട്. 100 വട്ടം ചൊല്ലുന്നതുണ്ട്, അതിലേറെയും കുറവും ചൊല്ലുന്നതുണ്ട്. അങ്ങനെ എവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനും കേൾക്കാനും അല്ലാഹു അവസരം സൃഷ്ടിക്കുക മാത്രമല്ല, ഇനി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഈ വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് മരിക്കാൻ കഴിയണം. അതൊരു വലിയ സൗഭാഗ്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. ഏറ്റവും അവസാനം ഈ ദുനിയാവിൽ വെച്ചൊരാൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ കടന്നതു തന്നെ. വേറൊരു റിപ്പോർട്ടിൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന എന്ന് കാണാം. അവിടെ അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്ന കൈത് ഉപാധി വെച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആര് ചൊല്ലിയോ അവരൊക്കെ സ്വർഗത്തിലെത്തും എന്നാണ് ആ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഇത് രണ്ടിനെയും സംയോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യം പറഞ്ഞ ഹദീസിന്റെ അർത്ഥം അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ സാരം ഒരു സെക്കൻഡ് പോലും നരകശിക്ഷ അനുഭവിക്കാതെ തന്നെ സ്വർഗത്തിലെത്താൻ കഴിയും മരിക്കുമ്പോൾ കലിമ ചൊല്ലിയാൽ. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. എന്നാൽ മരിക്കുമ്പോൾ ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ജീവിതത്തിൽ അത് വിശ്വസിച്ച് ചൊല്ലിയവർക്കൊക്കെ സ്വർഗം കിട്ടും. പക്ഷേ
ചിലപ്പോൾ അവര് ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ നരകശിക്ഷ അനുഭവിച്ചതിന്റെ ശേഷമായിരിക്കും. കെലിമ ചൊല്ലിയവരാരും ശാശ്വതമായി നരകത്തിൽ കടക്കൂല, അവസാനം അവര് സ്വർഗത്തിലെത്തും എന്നാണ് രണ്ടാമത് പറഞ്ഞ ഹദീസിന്റെ സാരം. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി അല്ലാഹു തആല പറയുന്നത്, ഈ വചനം ഉൾക്കൊണ്ട് വിശ്വസിച്ച ഒരു വിശ്വാസി അവൻ എങ്ങനെയായിരിക്കണം? അതാണല്ലോ ചോദിക്കുന്നു. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബാ. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എങ്ങനെയാണ് അല്ലാഹു ഉപമ പറഞ്ഞിരിക്കുന്നത്? എന്തിന്? കലിമത്തൻ ത്വയ്യിബാ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ് കലിമത്തു ത്വയ്യിബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നല്ല വചനമാണത്. ആ കലിമത്ത്, അതിന് അല്ലാഹു വെച്ച ഉപമ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ സാരം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് വിശ്വസിച്ച ഒരു വിശ്വാസിയുടെ ഉപമ എന്താണെന്നറിയുമോ? ഈ ആയത്തിന് ഇങ്ങനെ ഒരു വ്യാഖ്യാനം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നൽകിയതാണ്. ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിൽ കാണാം, ഒരു മജ്ലിസിൽ വെച്ച് സ്വഹാബത്തിനോട് അവിടുന്ന് ചോദിച്ചു, അല്ലാഹു വിശ്വാസിയെ ഉപമിച്ച ഒരു വൃക്ഷമുണ്ട്, ആ മരത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനറിയുമോ? സ്വഹാബത്ത് വലിയ മര്യാദക്കാരാണ്. അറിയുന്ന കാര്യങ്ങളാണെങ്കിലും ചിലപ്പോൾ നബിതങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയുന്നതിലപ്പുറം എന്തെങ്കിലും ഒരാശയം പറയാനായിരിക്കും ഈ ചോദ്യം എന്ന് മനസ്സിലാക്കി അതോടെ അല്ലാഹു വറസൂലുഹു ആലം എന്ന് ഉത്തരം പറയാറാണ് അവരെ പതിവ്. ആ ഉത്തരം തന്നെ ഈ ചോദ്യത്തിനും അവർ കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹു ഖുർആനിൽ മുഅ്മിനായ മനുഷ്യനെ ഉപമിച്ച വൃക്ഷം അത് ഈന്തപ്പനയാണ്. ഈ മറുപടിയൊക്കെ കേട്ട് ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട ഉമർ ഖത്താബ് തങ്ങളെ മകൻ വാപ്പയുടെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ പറഞ്ഞു, ഉപ്പാ, അള്ളാന്റെ റസൂല് മുഅ്മിനീങ്ങളെ ഉപമിച്ച മരത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു അത് ഈന്തപ്പനയാണെന്ന്. അപ്പൊ വാപ്പ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, അല്ല മോനെ, എന്നാ ഈ അവിടെ പറയണ്ട ആ ഉത്തരം? ഈ വാപ്പാക്കതൊരു വലിയ അഭിമാനാവൂലേ? അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചെറിയ മോനാണ്. അപ്പൊ ഒരു ചെറിയ കുട്ടി റസൂലുള്ളാഹിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പം ആ കുട്ടിന്റെ വാപ്പക്കൊതൊരു അഭിമാനാണല്ലോ, നീ എന്തുകൊണ്ട് പറഞ്ഞില്ലടാ? അപ്പൊ കുട്ടി പറഞ്ഞു, ഉപ്പാ, ആ മജ്ലിസിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിപ്പുണ്ട്, നിങ്ങളുണ്ട്, നിങ്ങളൊക്കെ ഉള്ള ഒരു സദസ്സിൽ ഞാൻ ചാടിക്കയറി മറുപടി പറയുന്നത് ശരിയല്ലല്ലോ എന്ന് ചിന്തിച്ചതാണ്. പറയാതിരിക്കാൻ കാരണം ഈ ഉത്തരം ആ പിതാവിനെ അതിലേറെ സന്തോഷിപ്പിച്ചു. കാരണം അദബും മര്യാദയാണല്ലോ കുട്ടിക്ക് ഉണ്ടാവേണ്ടത്. ആ അദബ് പാലിച്ചാണ് എന്റെ മകൻ പറയാതിരുന്നതെങ്കിൽ അതാണ് മഹാനവറുകൾക്ക് പിന്നെ കൂടുതൽ സന്തോഷമായത്. ചുരുക്കത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തിരുവചനം ഉൾക്കൊണ്ട് വിശ്വസിച്ച ആ വിശ്വാസിയെ ഉപമിക്കുന്നത് എന്തിനോടാണ്? കശജറത്തിൻ ത്വയ്യിബാ, നല്ല മരം പോലെയാണ്. ആ മരമാണ് ഈന്തപ്പന എന്ന് പറയുന്നത്. ഈന്തപ്പന മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മഹാ അത്ഭുതമാണ്. എന്താണ് ആ മരത്തിന്റെ സവിശേഷതകൾ എന്ന് അല്ലാഹു പിന്നീട് പറയുന്നുണ്ട്. ആ ക്രമത്തിലായിരിക്കണം ഈമാനുള്ളവരെന്നാണ് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഈന്തപ്പനക്ക് വലിയ ബഹുമാനമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, അക്രിമൂ അമ്മതകും. സ്വഹാബ, നിങ്ങളുടെ അമ്മായിയെ നിങ്ങൾ ആദരിക്കണം കേട്ടോ. സാധാരണ അമ്മായി എന്ന് പറഞ്ഞാൽ ആരാ? നമുക്കൊക്കെ അറിയാം, വാപ്പന്റെ പെങ്ങളാണ് ശരിക്കുള്ള അമ്മായി. അതിനാണ് അമ്മത്ത് എന്ന് പറയാം. വാപ്പന്റെ സഹോദരന് അമ്മ എന്നും പറയും. അപ്പൊ
അപ്പൊ അമ്മായിയെ ആദരിക്കണമെന്ന് പറഞ്ഞപ്പം സ്വഹാബത്ത് ചോദിച്ചു, വമൻ അമ്മത്തുനാ യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അവിടുന്ന് ഉദ്ദേശിച്ച ഞങ്ങളെ അമ്മായി? ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ ദൂതര് പറഞ്ഞു, അന്നഹ്ലാ, അത് അന്നഹ്ല, കാരക്കമരമാണ്. സഹാബത്ത് അത്ഭുതപ്പെട്ടുപോയി. കാരക്കമരം എങ്ങനെയാണ് നമ്മുടെ അമ്മായിയാവുക? ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നത് ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മണ്ണ് ശേഖരിച്ചുകൊണ്ടാണ്. ആ മണ്ണിന്റെ വൈവിധ്യമാണ് നിറത്തിലും സംസ്കാരത്തിലും സ്വഭാവത്തിലുമെല്ലാം ആദം നബിയുടെ സന്താന പരമ്പരകളിൽ പ്രകടമാകുന്നത്. ആ മണ്ണെടുത്ത് ആദം നബിയെ പടച്ചതിന് ശേഷം ബാക്കി വന്ന അല്പം മണ്ണുണ്ടായിരുന്നു. ആ മണ്ണുകൊണ്ടാണ് അത്രേ ഈന്തപ്പന എന്ന മരത്തെ പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് വാപ്പന്റെ ബാക്കിയാണ് അമ്മായി. ആ അമ്മായിയാണ് ഈന്തപ്പന. അതിന് വലിയ ബഹുമാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും മഹാന്മാരായ സ്വഹാബത്തും പിന്മുറക്കാരായ അറബികളൊക്കെയും ഈ മരത്തിന് വലിയ ആദരവ് കൊടുക്കുകയും അതിൽ നിന്നൊരു പഴം താഴെ വീണാൽ അത് നിലത്തിട്ട് ചവിട്ടാൻ അനുവദിക്കാതെ ഉയരത്തിൽ എടുത്തു വെക്കുകയും ചെയ്യുന്ന പതിവൊക്കെ പഴയ കാലത്തുള്ള ആളുകൾക്കുണ്ടായിരുന്നു അത്രേ. ആ മരത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? ഇനി അള്ളാഹു തുടർന്ന് പറയുന്നുണ്ട്. ആ മരത്തിന്റെ ഒന്നാമത്തെ സവിശേഷത, അസ്ലുഹാ സാബിത്തുൻ വ ഫർഉഹാ ഫിസ്സമാ. അസ്ലുഹാ, അതിന്റെ താഴ്വേര്, സാബിത്തുൻ, നന്നായി താഴോട്ട് ഇറങ്ങി നല്ല പിടുത്തമുള്ളതാണ്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഈന്തപ്പനയുടെ അടിവേരുകൾക്കുണ്ട്. നമ്മളെ നാട്ടിലെ തേക്ക് പോലെയല്ല. തേക്ക് നല്ല മരമാണെങ്കിലും അതിന്റെ വേര് താഴോട്ട് പോകല് കുറവാണ്, മേലെ കൂടെ ഇങ്ങനെ പടർന്നു പോകല. നല്ലൊരു കാറ്റടിച്ചാൽ തേക്ക് മറിഞ്ഞു വീഴും. ഈന്തപ്പനയുടെ വേരങ്ങനെയല്ല. എവിടെയാണോ വെള്ളമുള്ളത് ആ വെള്ളമുള്ള സ്ഥലം വരെ അതിന്റെ വേര് പോകും. ഞാനൊരിക്കൽ എന്റെ വീടിനോട് ചേർന്ന് കൂനയായി കൂട്ടിയിട്ടിരുന്ന പൂഴി മണലിന്റെ മേലെ ഇത് എറിഞ്ഞിരുന്നു. ഇതിന്റെ കുരു കുറച്ച് ഒരു മാസം 2 മാസം കഴിഞ്ഞപ്പോ അത് കിളിർത്തു. ചെറിയ മുള പൊട്ടിയപ്പോൾ ഞാൻ അതൊന്ന് വെറുതെ പറിച്ചു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതിന്റെ വേര് എവിടെയാണോ ഈ മണൽ അവസാനിക്കുന്നത് അവിടെ വരെയുണ്ട്. കാരണം വെള്ളം അവിടുന്ന് കിട്ടുക. ഇത് ഒരു ചെറുവിരലിന്റെ വലിപ്പം പോലും ഇതിന്റെ ഇലയായിട്ടില്ല. അപ്പോഴേക്ക് അതിന്റെ വേര് ഏകദേശം 1 മീറ്ററിലധികം അടിയിലേക്ക് പോയിട്ടുണ്ട്. ഇതാണ് ഈ മരം. അസ്ലുഹാ സാബിത്ത്, വലിയ പിടുത്തമുണ്ട് അതിന്റെ അടിഭാഗത്ത്. ഇതെന്തിന്റെ സൂചനയാണ്? വിശ്വാസി ഇങ്ങനെയായിരിക്കണം. ഏത് പ്രതികൂല സാഹചര്യത്തിലും അചഞ്ചലമായ ഈമാൻ അവന് ഉണ്ടാവണം. പതറിപ്പോകാൻ പാടില്ല. ഈമാനിൽ നിന്ന് അടിതെറ്റിപ്പോകാൻ പാടില്ല. പ്രതിരോധ ശേഷി ഉണ്ടാവണം. അത് തന്നെയാണ് ഈ മരത്തിന്റെ ഒരു സവിശേഷത. ആ മരം നന്നായി വളരുന്നത് കൊടും ചൂടുള്ള പ്രദേശങ്ങളിലാണ്. ശക്തമായ ചൂടത്ത് ഉണങ്ങിപ്പോവാതെ പച്ചപ്പ് പിടിച്ചു നിർത്താൻ കഴിയുന്ന മരമാണ് ഈന്തപ്പന. അത് പ്രതിരോധ ശേഷിയുടെ ഭാഗമാണ്. മാത്രമല്ല, ആ മരം തഴച്ചു വളരുന്ന നാട്ടിൽ നിരന്തരമായി നല്ല അടിക്കാറ്റ് വീശുന്ന പ്രദേശമാണ്. ആ കാറ്റുകൾക്കൊന്നും ഈന്തപ്പനയെ കടപുഴക്കി താഴെയിടാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ്? അതിന്റെ പ്രതിരോധ ശേഷി. താഴെ ഈ പിടുത്തത്തിന് പുറമെ മേലെയുള്ള ഇലകളിലും മറ്റും കാറ്റ് വന്ന് തട്ടുമ്പോഴാണ് ഇത് പുരിഞ്ഞു വീഴുക. പക്ഷെ ഇതിന്റെ ഇലക്കൊരു പ്രത്യേകത ഉണ്ട്. ഏകദേശം നമ്മളെ തെങ്ങോല പോലെയാണ്. എന്നാൽ തെങ്ങോലയേക്കാൾ അതിന്റെ ഒരു പ്രത്യേകത, വിടവ് അല്പവും കൂടി കൂടുതൽ ഉണ്ടാവും ഓലകൾക്കിടയിൽ. മാത്രമല്ല, ഓലയുടെ ആ ചെരിവ് തെങ്ങോലയേക്കാൾ ഒന്നും കൂടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കാറ്റ് പിടിക്കില്ല.
എത്ര ശക്തമായ കാറ്റ് വന്നാലും ആ ഇല ഒന്ന് ഇങ്ങനെ തിരിഞ്ഞു കൊടുത്താൽ കാറ്റ് ഇടയിൽ കൂടെ ഒഴുകി അപ്പുറത്തേക്ക് പോകും. ഇതിനെ മറിച്ചിടാൻ കാറ്റിന് കഴിയില്ല. അതിന് പറ്റിയ രീതിയിൽ ഇങ്ങനെ ഒലഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഇതിന്റെ ഇല നിൽക്കുക, ഇതിന്റെ പട്ടയുണ്ടാകുക. അത് ഈന്തപ്പനയുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ കണ്ടില്ലേ, നാഷണൽ ഹൈവേയിലൊക്കെ വലിയ ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ അതിനിടക്കിടക്ക് ദ്വാരിട്ട് കൊടുക്കുന്നത് എന്തിനാ? കാറ്റ് വന്നാൽ ആ ഓൾസിലൂടെ അത് ഒഴിവായി പോകും. അപ്പൊ ഇതിനെ മറച്ചിടാൻ കഴിയൂല. ഇതേപോലെ ഈ ലീഫിന്റെ ഇടയിലെ വിടവുകളും ആ ലീഫിന്റെ കുഴച്ചിലും ആട്ടവും കാരണം എത്ര ശക്തമായ കാറ്റ് വന്നാലും ആ കാറ്റിനെ തരണം ചെയ്യാനുള്ള പ്രതിരോധ ശക്തി ഈന്തപ്പനക്കുണ്ട്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് വിശ്വസിക്കുന്ന വിശ്വാസി ഏത് പ്രതികൂല കാലാവസ്ഥയിലും, ഏത് നിരീശ്വരവാദികളുടെ വാദങ്ങളുടെ മുമ്പിലും, യുക്തിവാദിയുടെ വാദത്തിനു മുമ്പിലും, ബിദ്അത്തുകാരന്റെ വാദത്തിനു മുമ്പിലും, ഏത് കൊടുങ്കാറ്റടിച്ചാലും പതറാതെ ഈമാനിൽ ഉറച്ചു നിൽക്കണം. ആ ഈമാനിന്റെ ലക്ഷണങ്ങൾ എപ്പോഴും അവനിൽ പ്രകടമാകണം. മുഅ്മിനായ മനുഷ്യന്റെ അടയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണത്. വിശ്വാസം അചഞ്ചലമായിരിക്കണം, ഇളക്കം ഇല്ലാത്തതാവണം. അങ്ങനെ ഉറച്ച ഈമാൻ അതൊരു വിശ്വാസിയുടെ അടയാളമാണ്. അങ്ങനെ ഉറച്ച ഈമാൻ ഉള്ളവനാണെങ്കിൽ അവനിൽ എന്തു കാണണം? ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു ആദരിച്ചതിനോട് ആദരവും ബഹുമാനവും, അദബ് പാലിക്കേണ്ടവരോട് അദബും മര്യാദയും പാലിക്കാൻ കഴിയണം. അത് ഈമാനിന്റെ ഒരു ശരിയായ അടയാളമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അദബ് പാലിക്കേണ്ടത് ആരോടാണ്? നമ്മളെ യജമാനനായ അല്ലാഹുവിനോട് തന്നെയാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ളവർ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്, ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് യജമാനനായ റബ്ബിനെയാണ്. കാരണം അവനാണ് നമ്മുടെ സ്രഷ്ടാവ്, അന്നദാതാവ്, സംരക്ഷകൻ, സംഹരിക്കാൻ ശേഷിയുള്ളവൻ. എല്ലാ കഴിവുമുള്ള അല്ലാഹുവിനോടാണ് വിശ്വാസിയുടെ ഹൃദയത്തിൽ ഏറ്റവും ആദരവുണ്ടാകേണ്ടത്. ആ റബ്ബിനോട് തന്നെയാണ് നമ്മൾ നല്ല അദബ് പാലിക്കേണ്ടത്, മര്യാദ പാലിക്കേണ്ടത്. ഈമാനിന്റെ ലക്ഷണമായ ആ അദബും മര്യാദയും നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ ഇടക്കിടക്ക് പരിശോധിക്കുകയും വേണം. ഇബ്ലീസിനെ പോലെ നന്ദി കെട്ടവനാവാൻ ഒരിക്കലും നമുക്ക് പാടില്ല. നമ്മൾ അല്ലാഹുവിനോട് അദബ് പുലർത്തുന്നവരായി മാറണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇത് പറയാൻ വലിയ സുഖമാണെങ്കിലും പ്രായോഗിക ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ അദബും മര്യാദയും നമ്മളിൽ വളരെ കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ നിൽക്കുന്നത് ഏതർത്ഥത്തിലാണ്? അത് മുനാജാത്താണ്, അല്ലാഹുവുമായുള്ള അഭിമുഖമാണ്. പടച്ചവനുമായി നേരിട്ട് സംവദിക്കുകയാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ പലപ്പോഴും അല്ലാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധം നമ്മൾ വിസ്മരിച്ചു പോകാറുണ്ട്. എങ്ങനെയാണത്? ഒന്ന്, നമ്മളെ ഹൃദയത്തിന്റെ സാന്നിധ്യം കുറവായി. എന്നാൽ ബാഹ്യമായ അച്ചടക്കം പോലും പാലിക്കുന്നതിൽ ഞാനും നിങ്ങളും ചിലപ്പോൾ പിന്നോട്ട് പോകാറുണ്ട്. മഹാനായ മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയത് കാണാം. നിസ്കാരത്തിന്റെ നിബന്ധനകൾ, ഷർത്തുകൾ എണ്ണിയപ്പോൾ ഔറത്ത് മറക്കണം എന്ന് പറഞ്ഞ ഉടനെ പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലമാണ്. ഇത് നമ്മളൊക്കെ മനസ്സിലുണ്ട്. ആണുങ്ങളെ ഔറത്ത് മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം, അത് മറച്ച് നിസ്കരിച്ചാൽ മതി നിസ്കാരം സ്വഹിയാവാൻ. അത് ശരിയാണ്. എന്നാൽ നിസ്കാരത്തിന്റെ മര്യാദകളെ മഹാനവറുകൾ വിശദീകരിക്കുന്നിടത്ത് മുട്ടുപൊക്കിളിന്റെ ഇടയിൽ മറച്ച് നിസ്കരിക്കുക എന്നല്ല എഴുതിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴുള്ള മര്യാദകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൂർണ്ണമായ വസ്ത്രം ധരിച്ച് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. പൂർണ്ണമായ വസ്ത്രം എന്ന് പറഞ്ഞാൽ തുണിയുടുക്കുന്നവർ അതും ഷർട്ടും ധരിക്കണം, തലമറക്കണം, കുപ്പായ കൈ അത് താഴ്ത്തിയിടണം, ചുരുട്ടി വെക്കരുത്. ഇങ്ങനെ പൂർണ്ണമായ വസ്ത്രം ധരിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ നിൽക്കലാണ് നിസ്കാരത്തിന്റെ മര്യാദയായി അയിമ്മത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ അദബ് പലപ്പോഴും നമ്മൾ പാലിക്കാറില്ല.
പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും? നല്ല ഡ്രസ്സ് ഇടും. കാരണം എന്താ? മനുഷ്യന്മാര് കാണൂലേ എന്നാ. മനുഷ്യന്മാര് കാണുന്നിടത്ത് നല്ലിടും. ഇനി പൊരേന്ന് നിസ്കരിക്കുകയാണെങ്കിലോ ചിലപ്പോ നമ്മൾ ആ പാടത്തേക്ക് പോകുമ്പോൾ എടുക്കണ കള്ളിത്തുണി ഉണ്ടല്ലോ, ആ തുണി മാത്രം എടുത്ത് നിസ്കരിച്ചു പോകാറുണ്ട്. ചിലപ്പോ തല പോലും മറക്കാതെ, മാറു മറക്കാതെ, നെഞ്ചു തുറന്നിട്ട് ഒരു തുണി മാത്രം ഉടുത്ത് നിസ്കരിക്കുക എന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് നമ്മൾ പാലിക്കേണ്ട മര്യാദക്ക് എതിരാണ്. യജമാനന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുകയും ഏറ്റവും നല്ല സുഗന്ധം ഉപയോഗിച്ച് നല്ല വൃത്തിയോടെ കൈകാര്യം ചെയ്യേണ്ടത്. അതങ്ങ് ഓഫായി കളയും. ഏടെ ഓപ്പറേറ്റർ പോയോ? അതിന്മേൽ സ്വിച്ച് ഇല്ല. അതടക്കട്ടെ, അത് ജനറേറ്റർ പോലെ കൂട്ടിയാൽ മതി. ഇതേപോലെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. ദുആ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അതിന്റെ അദബ് പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഫോണ് നമ്മളെ മൊബൈലിലേക്ക് വന്നാൽ, കോള് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ദുആന്റെ ഇടയിൽ ഇതെടുക്കും. എടുത്തിട്ട് വേണ്ടതൊക്കെ നമ്മൾ സംസാരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ? പോകട്ടെ, നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു SIയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം ഫോൺ വന്നാൽ നമ്മൾ ആരെങ്കിലും ഫോൺ എടുക്കുമോ? എടുക്കൂല. എന്താ കാരണം? അവിടെ നമുക്ക് ബോധം വരും, ഇത് മര്യാദയല്ല. ആ ബോധം വരുന്നത് എന്തുകൊണ്ടാ? ചിലപ്പോ പരടിക്ക് കിട്ടുമോ എന്നുള്ള പേടിയും കൂടി ഉണ്ടാവും. അള്ളാഹു ഇവിടെ വെച്ച് പരടിക്കടിക്കാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമാണ് ദുആന്റെ ഇടയിൽ ഫോൺ എടുക്കാൻ. നമ്മൾ വീട്ടിൽ ദുആ മജ്ലിസ് സംഘടിപ്പിക്കും. ഉപ്പാന്റെ ആണ്ടാണ്, വാപ്പ ഹജ്ജിന് പോവാണ്, ഉമ്മാന്റെ 40ആണ്, നമ്മൾ തന്നെ യാത്ര പോവാണ്. അപ്പൊ തങ്ങന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, ഇവരൊക്കെ വന്നു. ദുആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതാ നമ്മളെ വീട്ടിലേക്ക് വേറെ ഏതോ ഒരു അതിഥി വരുന്നു. വീട്ടുകാരൻ എന്ത് ചെയ്യുകയാണ്? ദുആ അവിടെ ഇട്ട് ഈ കയറി വരുന്ന ആളെ സ്വീകരിക്കാൻ പോകുന്നു. അയാൾക്ക് വെള്ളം കൊടുക്കുന്നു, അയാളെ ഇരുത്തുന്നു. ഇതിന്റെ ഇടയിലാണ് നമുക്ക് വേണ്ടി ആലിമീങ്ങൾ, സയ്യിദന്മാര് ദുആ ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മളതാ അത് ശ്രദ്ധിക്കാതെ മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുകയും ചെയ്യുന്ന ശീലമാണ്. ഇത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോകുകയാണ്. തിരുത്ത് ആവശ്യമുണ്ട്. ഇവിടെ വരുന്ന ആൾക്കറിയാം നമ്മളൊക്കെ ഒരു പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അയാൾ എന്നെ മൈൻഡ് ചെയ്താൽ മതി, അയാൾക്കറിയാം. പക്ഷേ നമുക്ക് ധൃതിയായി പ്രാർത്ഥന പാതി വഴിയിലിട്ട് നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് തിരിഞ്ഞാൽ ആ ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള സാധ്യതയില്ല. അദബാണ് ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത്. ആ മര്യാദ നമ്മൾ പാലിക്കണം. ഇത് എത്രത്തോളമാണെന്നല്ലേ വലിയ വലിയ ദിക്റിന്റെ ദുആന്റെ സദസ്സിലേക്കൊക്കെ നമ്മൾ പോകും. മർക്കസു സഖാഫത്ത് സുന്നിയയില് ഖമറുൽ ഉലമയുടെ നേതൃത്വത്തിൽ റമളാനിൽ പ്രാർത്ഥന നടക്കുന്നു, മഅദിനിൽ പ്രാർത്ഥന നടക്കുന്നു. പല സ്ഥലങ്ങളിലും നമ്മളൊക്കെ അവിടെ പോകും. അങ്ങനത്തെ സയ്യിദന്മാരും ആലിമീങ്ങളും കണ്ണീരൊലിപ്പിച്ച് ഇങ്ങനെ ദുആ ചെയ്യുമ്പം എന്നെ പോലത്തെ ആൾക്കാരെ പണി എന്താ അറിയങ്ങള്? നമ്മളെ കയ്യിൽ ഈ കുന്തണ്ടാവും എവിടെ പോകുമ്പോഴും. ഇതാണ് നമ്മളെ മെയിനായിട്ട് സാധനം. ഇതിങ്ങോട്ട് ഓണാക്കിയിട്ട് ആ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ഒന്നും ഇങ്ങോട്ട് പിടിക്കട്ടെ, ഇതൊന്ന് പെണ്ണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അതിനോട് മനസ്സുകൊണ്ട് ലയിച്ചു തരേണ്ട സമയല്ലേ? നമ്മൾ ഈ പുറംകാഴ്ച ഒപ്പിയെടുക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് കൂട്ടത്തോടെ മാറുകയാണെന്നല്ലേ ഇപ്പോഴത്തെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ. ഒരു ദുആന്റെ മജ്ലിസിലും ആത്മാർത്ഥമായി ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ വിരലിലെണ്ണാവുന്ന ആളുകളാണ്. ബാക്കിയുള്ളവരൊക്കെ സംഘാടകരായും മറ്റുള്ളതായിട്ടും ഇങ്ങനെ വേറെ ശ്രദ്ധയിൽ പോയാൽ ആ മജ്ലിസ് അള്ളാഹുവിന്റെ തൃപ്തിപ്പെട്ട മജ്ലിസാവൂല. ദുആ എന്ന് പറഞ്ഞത് യജമാനനോട് സങ്കടം പറയുന്ന സമയ, അവിടെ വേറെ ഒന്നിലേക്കും ശ്രദ്ധ പോകാതെ ഏകാഗ്രതയോടെ അവതരിപ്പിക്കുമ്പോൾ മാത്രമേ ആ ദുആയിന് സ്വീകാര്യതയുള്ളൂ. ഇത് എവിടം വരെ നമുക്ക് കാണാം?
അള്ളാഹുവിന്റെ ഭവനമാകുന്ന വിശുദ്ധ കഅബാലയത്തിൽ പോയി തവാഫ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം ഒരു മുസ്ലിമിന്റെ മനോഭാവം? 2 തുണി മാത്രം ധരിച്ച് എത്ര സമ്പന്നനാണെങ്കിലും ഞാൻ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് അങ്ങേയറ്റം ആവശ്യമുള്ളവനാണെന്ന് അവന്റെ വേഷത്തിലൂടെ പ്രകടിപ്പിച്ച് പടച്ചവന്റെ കൊട്ടാരത്തിന്റെ ചുറ്റും അലഞ്ഞു തിരിയുകയാണ്. അള്ളാഹിന്റെ കാരുണ്യത്തിന്റെ ഒരു തിരുനോട്ടം എന്നെക്കൊള്ള വരട്ടെ. ഈ മനോഭാവത്തോടെ ഇങ്ങനെ കറങ്ങേണ്ട സമയത്തും 80% കയ്യിലും ക്യാമറയാണ്, ഫോണുകളാണ്. ഒരു റൗണ്ട് അടിച്ചാൽ അപ്പോൾക്ക് അത് വാട്സപ്പിലാക്കി നാട്ടിൽ കൂട്ടി. ഞങ്ങളിപ്പോ തവാഫിലാണ്, തുടങ്ങുമ്പം തീരെ തിരക്കില്ലായിരുന്നു, ഇപ്പൊ ആ കറപ്പന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ഇനി എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റൂല. ഈ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വിടുകയാണ് തവാഫിന്റെ ഇടയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് അള്ളാഹ് കബൂലാക്കും. നമുക്ക് ഈമാനുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ അദബ്, അള്ളാഹുവിനോടുള്ള ആദരവും ബഹുമാനവും അത് നമ്മളെ ജീവിതത്തിൽ കാണിക്കാൻ കഴിയണം. അവിടെയാണ് നമ്മൾ ഈമാനുള്ളവരാകുക. അള്ളാഹുവിനോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളെ ഹൃദയത്തിൽ അതിന്റെ തഅ്ളീം, ആ ആദരവ് നമ്മളെ മനസ്സിലുണ്ടാകണം. നമ്മളെ ഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിലെല്ലാം ആ ബഹുമാനത്തിന്റെ പ്രകടനമുണ്ടാകണം. അള്ളാഹുവിന്റെ പേര് കേൾക്കുന്ന സമയത്ത് ആദരവോടെ, ഭയത്തോടെ അല്ലാതെ നമ്മളെ കൽബിൽ നമ്മൾ ആ പേര് കേൾക്കുന്ന സമയത്ത് ആദരവുണ്ടാവാതെ നമ്മളത് കേൾക്കാൻ പാടില്ല. വെള്ളിയാഴ്ചകളിൽ നമ്മൾ ചൊല്ലുന്ന സൂറത്തിൽ അല്ലാഹ് നമ്മളോട് പറഞ്ഞതെന്താ? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, സമുന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമവിശുദ്ധി നീ കാക്കണേ. അള്ളാഹുവിന്റെ നാമങ്ങളുടെ മഹത്വം നീ സൂക്ഷിക്കണം. അത് കൽപ്പനയാണ്, നിർബന്ധമായും പാലിച്ചോളണം. അള്ളാഹുവിന്റെ പേരുകൾക്ക് വലിയ പവറുണ്ട്. ആ പേര് വിളിച്ചു പറയപ്പെടുന്ന സമയത്ത് സാഗൂതം അത് ശ്രദ്ധിക്കുകയും ഖൗഫൻ വ തമഅൻ എന്ന് പറഞ്ഞ മാനസികാവസ്ഥയിൽ അതിനെ കേൾക്കുകയും വേണം. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഒരു പേടി വരണം, അതേ സമയത്ത് തന്നെ പ്രതീക്ഷയും വേണം. കള്ളം വരുന്നു എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന പേടിയല്ല എന്നർത്ഥം. അള്ളാഹു വെറും നമ്മളെ ശിക്ഷിക്കുന്നവനല്ല, നമ്മളോട് അങ്ങേയറ്റം ദയ കാണിക്കുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ഭയവും പ്രതീക്ഷയും ഒരുമിച്ച് നമ്മളെ കൽബിലുണ്ടാവണം. അവനാണ് ഈമാനുള്ളവൻ. ആ മനുഷ്യൻ അള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? ഉദാഹരണത്തിന് ബാങ്ക് വിളിക്കപ്പെടുകയാണ്. ബാങ്ക് വിളിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ പേര് മുഴക്കലാണ്. അത് കേൾക്കുമ്പോൾ അങ്ങേയറ്റത്തെ ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കാൻ നമുക്കാകണം. അവിടെയാണ് നമ്മളെ ഈമാൻ മാറ്റുരക്കപ്പെടുന്നത്. ബാങ്ക് കേൾക്കുന്ന സമയത്ത് അതിനേക്കാളും മഹത്വമുള്ളതാണല്ലോ പരിശുദ്ധ ഖുർആൻ. പക്ഷേ ബാങ്ക് കേട്ടാൽ ഖുർആനോത്ത് നിർത്തിവെക്കണം. ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ബാങ്ക് കേട്ടാൽ ആ പ്രാർത്ഥന അവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യണം. ഇതുപോലെ സ്വലാത്ത് ചെല്ലുന്നവൻ ബാങ്ക് കേട്ടാൽ അത് നിർത്തിവെക്കണം. ഇങ്ങനെ തുടങ്ങിയ മഹത്വമേറിയത് പോലും അവസാനിപ്പിച്ച് ബാങ്ക് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ പത്രവായന നിർത്തണം എന്ന് പറയേണ്ടതില്ലല്ലോ. വേറെ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടവനാണെങ്കിൽ ബാങ്ക് തീരുന്നത് വരെ ആ പണി നിർത്തിവെക്കണമെന്ന് പറയേണ്ടതില്ലല്ലോ. ആ സമയത്ത് ശ്രദ്ധയോടെ മനസ്സും കാതും ബാങ്കിന്റെ വാക്കുകളിലേക്ക് തിരിച്ചു പിടിച്ച് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അത് ഏറ്റുപറയണം. ഇതാണ് ബാങ്കിനുള്ള ഇജാബത്ത് എന്ന് പറയുന്നത്. നമുക്കിതിന് സാധിക്കാറുണ്ടോ? നമ്മളെ ഈമാന്റെ അവസ്ഥ പരിശോധിക്കാൻ നമ്മൾ ചെയ്യൂ. എവിടെ? അള്ളാഹിന്റെ പള്ളിയിലൊക്കെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ മജ്ലിസിലൊക്കെ ആണെങ്കിൽ ബാങ്ക് കേൾക്കുമ്പോൾ പ്രസംഗം നിർത്തി എല്ലാവരും ബാങ്കിന് ഇജാബത്ത് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, ഇതൊക്കെ നടക്കും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളൊരു അങ്ങാടിയിലെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോഴാണ് ബാങ്ക് കേൾക്കുന്നതെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ എത്ര ആളുകൾ ആ ബാങ്കിന് ഇജാബത്ത് ചെയ്യാൻ ധൈര്യം കാണിക്കാറുണ്ട്? ഇനി ഇജാബത്ത് ചെയ്യുന്നവരുണ്ടെങ്കിൽ തന്നെ എങ്ങനെ ചെയ്യാ? ചുണ്ടനങ്ങാൻ പാടില്ല. കാരണം എന്താ? അത് മറ്റോ കണ്ടാ എന്താ വിചാരിക്ക? അങ്ങനെ ബാങ്ക് മുണുങ്ങല, ഉള്ളുക്ക് ഇങ്ങനെ അടിച്ചില്ല, പുറത്തേക്ക് ചുണ്ടളകൂല. ഇനി അങ്ങനെ ചൊല്ലിയാൽ തന്നെ ബസ് സ്റ്റോപ്പിലിരുന്ന് ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥന കൈ ഉയർത്തി ദ്വാരക്കാൻ ധൈര്യമുള്ള എത്ര ആളുടെ നമ്മളെ കൂട്ടത്തില്?
ആടും ദ്വാരക്കണോല് തന്നെ കൈ താത്തിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ മുരുണ്ട് അവസാനം ഒരു തേമ്പല. ആരും കണ്ടില്ലല്ലോ, കഴിച്ചിലായത് തന്നെ. കണ്ടാലെന്താ അവിടെ എന്തോ ഒരു പേടി നമുക്ക്. സഹോദരാ, അള്ളാഹുവിന്റെ ദീനിന്റെ ഷിആറാണിത്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചില്ലേ, നമ്മളെ സഹോദര സമുദായാംഗങ്ങൾ അവരുടെ ഒരു ആരാധനാലയത്തിന്റെ പരിസരത്തുകൂടി വാഹനം കടന്നുപോയാൽ വളരെ കൃത്യമായി അങ്ങോട്ട് കൈ ഉയർത്തി ആ കൈ എത്ര സ്ഥലത്താ അവർ തൊട്ടുമുത്തുന്നത്. ഇത് അവരുടെ ദീനിന്റെ ഒരടയാളത്തോടുള്ള ആദരവാണെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബാങ്ക്. വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളെ ഒരാൾക്ക് ബഹുമാനിക്കാൻ കഴിഞ്ഞാൽ അതവന്റെ ഹൃദയത്തിൽ ഈമാനും തഖ്വയും ഉറച്ചിട്ടുണ്ട് എന്നതിന്റെ നിദർശനമാണ്. അപ്പൊ നമ്മൾ ഭയപ്പെടണം. നമുക്ക് അങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ രിജാബത്തിന് പേടി തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ ഈമാൻ ദുർബലമാണ്. നമ്മൾ ആദരിച്ചതുകൊണ്ട് ആരും ഒന്നും പറയില്ല. അവരും കൂടി ഇത് മുസ്ലിങ്ങൾ ആദരിക്കുന്ന സംഗതിയാണ് എന്ന് മനസ്സിലാക്കി അതിനെ ആദരിക്കുമെന്നല്ലാതെ ഇതുകൊണ്ട് ഒന്നും ഇവിടെ വരാൻ പോകുന്നില്ല. ബാങ്കിനെ ബഹുമാനിക്കാത്തവരായി നമ്മൾ മാറാൻ പാടില്ല. ഇതുപോലെ അള്ളാഹുവിന്റെ പേരുകളുടെ പവിത്രത നമ്മൾ മാനിക്കണം. അതിനാൽ ബാങ്ക് കൊടുക്കപ്പെടുന്നത് നാം ബാത്റൂമിലാകപ്പോഴാണെങ്കിൽ, മൂത്രപ്പുരയിലിരിക്കുമ്പോഴാണെങ്കിൽ അവിടെ വെച്ച് അള്ളാഹുവിന്റെ പേരുച്ചരിക്കാൻ പാടില്ല. ബാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ ഇജാബത്ത് ചെയ്യരുത്. കാരണം സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, സമുന്നതനായ രക്ഷിതാവിന്റെ നാമവിശുദ്ധി നമ്മൾ കാത്തോളണം. മൂത്രപ്പുരയിൽ വെച്ച് ചൊല്ലാൻ പറ്റിയതല്ല അള്ളാഹുവിന്റെ പേര്. നാവ് അനക്കാനും പാടില്ല ഇത് ചൊല്ലിക്കൊണ്ട്. പിന്നെയോ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതിന് ശേഷം നമുക്ക് ഇജാബത്ത് ചെയ്യാം, ക്രമമായി ഇജാബത്ത് ചെയ്യാം. ഇതല്ലാതെ അള്ളാഹുവിന്റെ പേര് ശുദ്ധമല്ലാത്ത സ്ഥലത്ത് വെച്ച് ചൊല്ലിക്കൂടാ. നാവിൽ ഊണുപൊട്ടി രക്തം വന്ന് നജസായാൽ നജസായ വായ കൊണ്ട് അള്ളാഹുവിന്റെ പേര് പറയാൻ പാടില്ല. കയ്യിൽ നജസുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കൈ ഉയർത്താൻ പാടില്ല. ഇതൊക്കെ പണ്ഡിതന്മാര് പഠിപ്പിച്ചതാണ്, അദബിന്റെ ഭാഗമാണ്. അള്ളാഹുവോടുള്ള ആദരവും ബഹുമാനവും പരിഗണിക്കാതെ നമ്മളെ ഖൽബിൽ ഈമാൻ ഉറക്കുകയില്ല. ഇങ്ങനെ അള്ളാഹുവിന്റെ പേരിന്റെ വിശുദ്ധി നമ്മൾ കാക്കണം. മൂത്രപ്പുരയിലേക്കും കക്കൂസിലേക്കും പോകുമ്പോൾ പടച്ച തമ്പുരാന്റെ പേരെഴുതിയ വല്ലതും കയ്യിലുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ അത് മാറ്റിവെക്കാൻ ശ്രമിക്കണം. ഒരു നിലക്കും ആദരണീയമായ രീതിയിൽ അത് മാറ്റിവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ കീശയിലോ മറ്റോ ആണെങ്കിൽ അതിനെ ഒന്ന് പൊത്തിപ്പിടിച്ച് ബഹുമാനിക്കണം. അതേസമയം ഒരാള് ചികിത്സക്ക് വേണ്ടി പരിശുദ്ധ ഖുർആനിലെ വല്ല ആയത്തുകളോ സൂറത്തുകളോ, ഇനി 30 ജുസ് ഖുർആൻ തന്നെയും ഉറുക്കാക്കി എഴുതിയത് തന്റെ ശരീരത്തിലുണ്ടെങ്കിൽ അതിന് വിരോധമില്ലെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ചികിത്സയുടെ ഭാഗമായി ശരീരത്തിൽ കെട്ടിയ ഒരു സാധനമാണ്. അല്ലാത്ത ബഹുമാനിക്കപ്പെടുന്നതൊന്നും ഇത്തരം ശുദ്ധിയില്ലാത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ എടുക്കരുത്. അത് അള്ളാഹുവിനോടും അവന്റെ ദീനിനോടുമുള്ള ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ഭാഗമാണ്. ഇതുപോലെ ചില ആളുകൾ അള്ളാഹുവിനോടുള്ള ബഹുമാനവും ബർക്കത്തും ഒക്കെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ചില പ്രകടനങ്ങൾ, അതാകട്ടെ ആദരവിനും ബഹുമാനത്തിനും എതിരാണ് എന്നത് അവരറിയുന്നുമില്ല. ഉദാഹരണം ഇതുപോലെ ചിലരുടെ കാറിന്റെ മേലെ നമുക്ക് കാണാം തബാറക്കല്ലാഹ്, മാഷാ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനൊക്കെ എഴുതി സ്ഥാപിച്ചതുണ്ട്. ഇതൊന്നും അള്ളാഹിനോട് ദേഷ്യപ്പെട്ടിട്ടല്ല. ഇവരെന്തിനാണ് ഇത് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ബറക്കത്തിന് വേണ്ടിയായിരിക്കാം. പക്ഷേ മുഅ്മിനീങ്ങളെ, നമുക്കൊരുപാട് ആലിമീങ്ങളില്ലേ, നേതാക്കളില്ലേ. മഹാനായ ഖമറുൽ ഉലമ എ.പി. ഉസ്താദിന് കാറുണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ആ കാറുമ്മൽ നമ്മൾ കാണുന്നില്ലല്ലോ. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതാത്തത്? എന്താണ് ഒരു മാഷാ അല്ലാഹ് എന്ന 50 ഉറുപ്പ്യന്റെ സ്റ്റിക്കർ വാങ്ങാനുള്ള വകുപ്പില്ലാഞ്ഞിട്ടാണോ? അല്ല, ഇതിന്റെ കാരണം അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, സമുന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിന്റെ മഹത്വം നീ കാക്കണം. അതിനെ നീ കളങ്കപ്പെടുത്തരുത്. ആ കളങ്കമാണ്
ബസ്സിന്റെ ബാക്കിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയുടെ പിറകിൽ കാറിന്റെ പിന്നിൽ ഈ കെലിമത്ത് നമ്മൾ എഴുതി വെച്ചാൽ അതിന്റെ വിശുദ്ധി കാക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളൊരു മാവിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി കാറ് നിർത്തിയിട്ടാൽ അതിന്റെ മേലെ വന്നിരിക്കുന്ന കാക്കക്ക് എന്ത് മാഷാ അല്ലാഹ്, കാക്ക അതിന്റെ വിഭവം അല്ലാഹ് എന്ന ഇസ്മിലേക്കായിരിക്കും നിക്ഷേപിക്കുക. നല്ല മഴക്കാലത്ത് നജസ് കലർന്ന വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന റോട്ടിലൂടെ കാർ ഓടിച്ചു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൻ ത്വയ്യിബയിലേക്ക് തെറിച്ചു വീഴുന്നത് മലിനജലമാണ്. ഇത് പാടില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പേരിനോടുള്ള ബഹുമാനത്തിനെതിരാണ് വാഹനത്തിന്റെ പിറകിൽ ഇതുപോലെ അള്ളാഹിന്റെ പേരുകൾ എഴുതി വെക്കുന്നത്. ബറക്കത്ത് ഉദ്ദേശിക്കുന്നവർ ഉള്ളിൽ എഴുതി വെക്കാം. ഉയരങ്ങളിലാണ് വെക്കേണ്ടത്, കാലിന്റെ നേരെ വെക്കരുത്. അവിടെ ആയത്തുൽ കുർസി വെക്കാം, ഖുർആൻ മുഴുവനും എഴുതി വെക്കാം, മഹാന്മാരെ പേര് വെക്കാം. അതൊക്കെ നമ്മളെ വാഹനത്തിന് ബറക്കത്താണ്. പുറത്ത് എഴുതി വെച്ചാൽ ആ ബഹുമാനം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല. ഇതുപോലെ പല ആളുകളുടെയും മൊബൈൽ എടുത്ത് നോക്കിയാൽ അതിലേക്കൊരു കോള് വരുമ്പം അതിന്റെ റിംഗ് ടൂണായി ശബ്ദിക്കുന്നത് എന്തായിരിക്കാം? ചിലപ്പോൾ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന ആയത്ത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഖുർആനിന്റെ വേറെ ഏതെങ്കിലും സൂക്തങ്ങൾ, അതല്ലെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്ന ബുർദയുടെ വരികൾ. ഇത് റിംഗ് ടൂണായി വെക്കരുത്. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായി വരാനാണ് സാധ്യത. 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്തും എന്നെയും നിങ്ങളെയും വിളിച്ചുണർത്താൻ, നമ്മളെ ശ്രദ്ധ ക്ഷണിക്കാനുള്ള കേവലം ഒരു ശബ്ദമായി ഉപയോഗിക്കുന്നത് ഖുർആനിനോട് കാണിക്കുന്ന നിന്ദ്യതയാണ്. എന്തിനാ ഇപ്പൊ നമ്മൾ മൊബൈലിൽ റിംഗ് ടൂൺ വെക്കണത്? ആരെങ്കിലും വിളിക്കുമ്പം വിളിക്കുന്നു എന്നുള്ള വിവരം അറിയാനല്ലേ? ആ വിവരം അറിയാൻ അള്ളാന്റെ ഖുർആനിൽ ഒരായത്ത് ഉപയോഗിച്ചാൽ ആ ഖുർആനെ എന്തിനു വേണ്ടി ഇറക്കിയോ അതിന് വിരുദ്ധമായ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതൊരു നിന്ദതയാണ്. രണ്ടാമതായി, നമ്മൾ ഈ റിംഗ് ടൂണായി ആയത്തോ ഹദീസോ പ്രവാചകന്റെ മദ്ഹുകളോ ഒക്കെ വെച്ചാൽ വിളിക്കുന്ന ആൾക്ക് അറിയോ നമ്മൾ എവിടെയാണ് ആ സമയത്തുള്ളത്? അറിയില്ല. അപ്പൊ നമ്മൾ ബാത്റൂമിലോ കക്കൂസിലോ ഒക്കെ ഇരിക്കുമ്പോഴാണ് ഈ ആയത്ത് കേൾക്കുന്നു, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, അള്ളാന്റെ നാമവിശുദ്ധിയെ കാക്കണേ എന്ന് തന്നെയാവാം റിംഗ് ടൂണിൽ നിന്ന് കേൾക്കുന്നത്. പക്ഷേ നമ്മളുള്ളത് കക്കൂസിലാണ്, സാധനം ഉള്ളത് ട്രൗസറിന്റെ കീശയിലുമാണ്. ഇതാണെങ്കിൽ എടുത്തിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ ആയത്തുകളുടെ ബഹുമാനം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. ഇനി മൂന്നാമത്തെ ഒരു കാരണമുണ്ട്. അതെന്താണ്? നമ്മളെ ഒരാള് ഫോൺ ചെയ്ത് വിളിക്കുന്ന സമയത്ത് ഒരായത്താണ് റിംഗ് ടൂണായി വെച്ചതെങ്കിലും ഫോൺ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ വേഗം നിൽക്കുന്നു. അത് എടുക്കുന്നതോടുകൂടി ആയത്ത് അവിടെ കട്ടാവും. ഈ ആയത്ത് കട്ടാവുന്നത് ചിലപ്പോ എവിടെയായിരിക്കാം? അർത്ഥം അപൂർണമായ സ്ഥലത്താവാം, അല്ലെങ്കിൽ തെറ്റായ അർത്ഥം തോന്നിപ്പിക്കുന്നിടത്താകാം. അത് ഹറാമാകുന്ന രീതിയായി മാറുന്നു. ഏതർത്ഥത്തിൽ ചിന്തിച്ചാലും റിംഗ് ടൂണുകളായി ഉപയോഗിക്കാനുള്ളതല്ല ഇത്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, ഇതുപോലുള്ള ദിക്റുകളും പ്രാർത്ഥനകളും എന്നെയും നിങ്ങളെയും വിളിക്കാനുള്ളതല്ല. പരിശുദ്ധ ഖുർആൻ 30 ജുസുവും നിങ്ങളെ മുസ്ഹഫിൽ ഉണ്ടാകുന്നതിന് വിരോധമില്ല. ഓതാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് വുളൂയോടുകൂടെ ഓതല് തന്നെയാണ് അവിടെയും അഭികാമ്യം. അങ്ങനെ നമുക്ക് എടുത്തു ഉപയോഗിക്കാവുന്ന വിധത്തിൽ നോക്കി കാണാനോ കേൾക്കാനോ പറ്റിയത് അത് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതിന് വിരോധമില്ല. പക്ഷേ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത ഇത്തരം സ്ഥലങ്ങളിൽ വെച്ച് പോലും ഈ ശബ്ദം വരുന്ന വിധത്തിൽ റിംഗ് ടൂണായി നമ്മൾ ആയത്തിന് ഉപയോഗിച്ചുകൂടാ. ഇതെല്ലാം അള്ളാഹുവോട് കാണിക്കേണ്ട മര്യാദക്ക് എതിരാണ്. ഈമാൻ ഉറച്ച മുഅ്മിനീങ്ങൾ റബ്ബിനോട് വേണ്ട വിധത്തിൽ ആദരവ് കാണിക്കണം. ഇബ്ലീസിനെ പോലെ നന്ദി കെട്ടവരാകാൻ പാടില്ല, അദബില്ലാത്തവരാകാൻ പാടില്ല. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ആദരവിന്റെ ഭാഗം തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബിനെ ബഹുമാനിക്കൽ. അത് കലിമത്തു തൗഹീദിന്റെ 2ാമത്തെ പാർട്ടിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കാതെ ബഹുമാനിക്കാതെ ഒരാളെ ഖൽബിലേക്ക് ഈമാൻ കടക്കുകയില്ല.
കാരണം എന്താണ്? അള്ളാഹു ആദരിച്ച നേതാവാണ്. വലഖദ് കറംനാ ബനീ ആദം, മനുഷ്യരെ മുഴുവനും അള്ളാഹു ബഹുമാനിച്ചു, മനുഷ്യവർഗത്തെ ബഹുമാനിച്ചു എന്ന് അള്ളാഹു പറയുന്നുണ്ടെങ്കിലും ആ ബഹുമാനിക്കപ്പെട്ട മനുഷ്യവംശത്തിൽ നിന്ന് ഏറ്റവും ആദരണീയനാരാണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിങ്കൽ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ വെച്ച് ഏറ്റവും തഖ്വയുള്ള വ്യക്തിയാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞതായി സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അന അത്ഖാക്കും ലില്ലാഹ് വ അന അഖ്ശാക്കും ലില്ലാഹ്, നിങ്ങളിൽ വെച്ച് ഏറ്റവും അധികം അല്ലാഹ്ക്ക് തഖ്വ ചെയ്യുന്നവൻ, അവനെ ഭയന്ന് ജീവിക്കുന്നവൻ ഞാനാണ്. കാരണം ജീവിതകാലത്ത് തന്നെ പടച്ച റബ്ബിനെ നേരിട്ട് കണ്ട, മലക്കൂത്തിയായ ലോകം ശാരീരിക യാത്രയിലൂടെ തന്നെ സഞ്ചരിച്ച് നേരിട്ട് അനുഭവിച്ച മുത്ത് റസൂലിന്റെ ഈമാന് ഒരിക്കലും അല്ലാത്തവർക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നബിതങ്ങളെപ്പോലെ അള്ളാഹിനോട് ഭയഭക്തി കാണിക്കുന്ന, തഖ്വ കാണിക്കുന്ന ഒരു മനുഷ്യൻ വേറെയില്ല. അതിനാൽ ഈ ആയത്തിൽ പരാമർശിച്ച അത്ഖ അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബിയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെട്ട വ്യക്തിത്വം. ആ നബി തങ്ങളോട് ചെറിയൊരു അനാദരവ് നമ്മളിൽ നിന്ന് വന്നുപോയാൽ പിന്നെ നമ്മൾ ചെയ്ത ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. ഇതാരാ പറയുന്നത്? പരിശുദ്ധ ഖുർആൻ. നോക്കൂ നിങ്ങൾ, അല്ലാഹു ഈമാനുള്ളവരെ വിളിച്ചിട്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യ്, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ശബ്ദം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നബിതങ്ങൾ നിങ്ങളോട് ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അപ്പോൾ അവിടത്തെ ശബ്ദത്തെക്കാൾ നിങ്ങളെ ശബ്ദം ഉയർന്നു പോകരുത് കേട്ടോ, ശ്രദ്ധിക്കണം. രണ്ടാമത് അല്ലാഹു പറയുന്നു, വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅ്ലികും ലിബഅ്ൽ. ഇനി നബി ഇങ്ങോട്ട് സംസാരിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ സാധാരണക്കാര് പരസ്പരം കൂട്ടം പറയുമ്പോ സംസാരിക്കുമ്പം ഉയരുന്ന ഒരു ഒച്ചയില്ലേ, ആ ശബ്ദം പോലും മുത്ത് നബിയുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ ശബ്ദം പൊങ്ങിപ്പോകരുത്. അങ്ങനെ സംഭവിച്ചാൽ അന്തഹബത അമാലുക്കും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങൾ അന്ന് വരെ ചെയ്ത എല്ലാ സുകൃത്യങ്ങളും പുണ്യകർമ്മങ്ങളും പൊളിഞ്ഞു ബാത്തിലായി പോകുന്നു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിനെ അനാദരിക്കുന്നതിന് അല്ലാഹു പറഞ്ഞ ഉദാഹരണം. റസൂലുള്ളാഹിന്റെ വാപ്പനെ പറഞ്ഞാലെന്നല്ല, ഉമ്മാനെ ചീത്ത പറഞ്ഞാലെന്നല്ല, വാപ്പയും ഉമ്മയും നരകത്തിലാണെന്ന് പറഞ്ഞാലെന്നല്ല, അതൊന്നും ഈമാനിന്റെ ഒരു തരിമ്പ് ഹൃദയത്തിലുള്ളവൻ പറയില്ല. അതേ സമയത്ത് അവിടത്തെ മുന്നിൽ ഒന്ന് ഒച്ച കൂടിപ്പോയാൽ നിങ്ങളെ അമല് ബാത്തിലാകും. കാരണം എന്താണ്? ഈമാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു ബഹുമാനിച്ചോലെ ബഹുമാനിക്കലാണ്. ആ ബഹുമാനം ഇല്ലാത്തതാണ് ഇബ്ലീസിന്റെ ഈമാൻ നഷ്ടപ്പെട്ടത്. ഇന്നലെ നമ്മൾ പഠിച്ചു. അതേ സമയത്ത് ഏറ്റവും അധികം അല്ലാഹു ആദരിച്ച ഹബീബിനെ ഒരു ചെറിയ രീതിയിൽ അനാദരിച്ചു പോയാൽ അവന്റെ ഈമാൻ അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ അമല് സ്വീകരിക്കൂല. തുടർന്ന് അല്ലാഹു പറയുന്നത്, ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ സവിധത്തിൽ വളരെ വിനയത്തോടെ സ്വരം താഴ്ത്തി പതുങ്ങിയ ശബ്ദത്തിൽ മാത്രം സംസാരിക്കുന്നവർ അവരാരാണെന്നറിയുമോ? ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, അവരെ ഹൃദയത്തിൽ ഈമാനും തഖ്വയും ഉണ്ടെന്ന് അള്ളാഹു പരീക്ഷിച്ചറിഞ്ഞവരാണ്. ആരെ ഈമാനാണ് ക്ലിയർ? സർട്ടിഫിക്കറ്റ് ആർക്കാണ്? അള്ളാന്റെ ഹബീബിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നവർക്കാണ്. അവർക്ക് വമ്പിച്ച പ്രതിഫലം തുടർന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. പിന്നീട് ചിലരെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത്, നബിയെ അവിടത്തെ റൂമിന്റെ പുറത്ത് വന്ന് നിന്ന് അങ്ങയെ വിളിക്കുന്ന ആളുകളില്ലേ? എന്ത് വിളിക്ക? ചീത്ത വിളിക്കല്ല. ഹബീബേ, അള്ളാന്റെ റസൂലെ, ഒന്ന് കാണണം, ഒന്ന് പറഞ്ഞോട്ടെ
എന്ന് ചോദിച്ച് മാന്യമായി പൊരന്റെ പിന്നിൽ വന്ന് അല്ലെങ്കിൽ റൂമിന്റെ പുറത്ത് വന്ന് വിളിക്കുന്നവർ. ഇതൊരു തെറ്റല്ല, സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നതാണ്, ചെയ്യേണ്ടതും അങ്ങനെയാണ്. ഒരാളെ നമുക്ക് കാണണമെങ്കിൽ അയാളെ വീട്ടിൽ ചെന്നാൽ നമ്മൾ സമ്മതം ചോദിക്കാൻ വേണ്ടി വിളിക്കണം. എന്നാൽ അള്ളാന്റെ റസൂലിനെ അങ്ങനെ വിളിക്കാൻ പാടില്ല. അള്ളാഹു പറയുന്നു, വീട്ടിന്റെ പുറത്ത് ചെന്ന് നിങ്ങളെ വിളിക്കുന്നവരുണ്ടല്ലോ, അക്സറുഹും ലാ യഅഖിലൂൻ. ചില ആളുകൾ നിർബന്ധിത സാഹചര്യത്തിൽ വന്ന് വിളിക്കുന്നവരുണ്ടാകും. അവരെ ഒഴിവാക്കിയിട്ട് അല്ലാഹു പറയുകയാണ്, ഭൂരിഭാഗം ആളുകളും ഇങ്ങനെ വിളിക്കുന്നവർ തലയില്ലാത്തവരാണ്, ബുദ്ധിയില്ലാത്തവരാണ്. അള്ളാന്റെ ഹബീബിന്റെ ഖദറും സ്ഥാനവും മനസ്സിലാക്കാനുള്ള തലച്ചോറുള്ളവൻ റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ പുറത്ത് വന്ന് നിന്ന് നബിയെ ഒന്ന് വരൂ എന്ന് പറഞ്ഞു വിളിക്കൂല. അതേ സമയത്ത് അല്ലാഹു പറഞ്ഞു, വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. അവിടുത്തെ സൗകര്യത്തിന് അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ കാണാം എന്ന് കരുതി എത്ര സമയം വേണമെങ്കിലും പുറത്ത് കാത്തു നിൽക്കുകയാണ് അവർ ചെയ്തിരുന്നതെങ്കിൽ അതായിരുന്നു അവർക്ക് അള്ളാന്റെ അടുക്ക് ഏറ്റവും ഖൈറ്. ഒരിക്കലും അള്ളാന്റെ റസൂലിനെ ഒരു സാധാരണ മനുഷ്യനായി കണ്ട് പ്രവാചകന്റെ വീട്ടിന്റെ സാരത്ത് എന്ന് നബിയെ എന്ന് വിളിക്കുന്നത് പോലും അപമര്യാദയായി പഠിപ്പിച്ച അള്ളാഹുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓർക്കുക, ഈ വിധത്തിൽ അല്ലാഹ് ബഹുമാനിച്ചവരെ ബഹുമാനിക്കണം, അവന്റെ ഹബീബിനെ ആദരിക്കണം. ഈ ലക്ഷണമാണ് ഈമാനുണ്ടോ ഇല്ലേ എന്ന് അളന്നു നോക്കാനുള്ള മാനദണ്ഡം. ബഹുമാനിക്കേണ്ടവരോടൊക്കെ ബഹുമാനം തോന്നണം നമുക്ക്. ഞാൻ ഓർത്തുപോകുകയാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ, ഇന്ന് നമ്മളെ പണ്ഡിത സഭയിൽ ഏറ്റവും പ്രായമുള്ള, അവിഭക്ത സമസ്തയിലെയും ഏറ്റവും പ്രായമുള്ള മഹാനായ പണ്ഡിതനാണ് ശ്രീ അലിക്കുഞ്ഞി മുസ്ലിയാർ. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവരോട് ഒന്നിച്ചു ഒരിക്കൽ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയപ്പോൾ ഞങ്ങളൊക്കെ മദീനയിൽ റൗള ഷരീഫിൽ പോയി ഇരുന്ന കഥ റൂമിൽ വന്ന് ഇങ്ങനെ സന്തോഷത്തോടെ പങ്കുവെക്കാൻ. ഒരാൾ പറഞ്ഞു, ഞാൻ തഹജ്ജുദിന് കയറി അവിടെ ഇരുന്നിട്ട് ളുഹുറിനാ പിന്നെ അവിടെ നിന്നിട്ട് ഇറങ്ങിയത്, വലിയ റാഹത്തായി എന്ന് പറഞ്ഞു. വേറെ ആള് പറഞ്ഞു, സുബൈന്റെ ജമാഅത്ത് എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞു, ഞാൻ ആ വന്നതിന്റെ പിറ്റേന്നോ അന്നോ ഒന്ന് അവിടെ കേറി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്, പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എന്തേ പോകാത്തത് ആശയില്ലാഞ്ഞിട്ടല്ല. ഈ ആയത്തോതിക്കൊണ്ട് ഉസ്താദ് പറഞ്ഞു, അവിടെ പോയിരുന്ന് എന്തെങ്കിലും ഒരു അപമര്യാദ അള്ളാന്റെ ഹബീബിന്റെ ഹളറത്തുനിന്ന് വന്നുപോയാൽ ഇതുവരെ ചെയ്ത അമലൊക്കെ ബാത്തിലാകുകയില്ലേ? ഈ പേടിയും മര്യാദയുമാണ് അങ്ങോട്ട് പോകാനുള്ള തടസ്സമെന്ന് മഹാനവറുകൾ പറഞ്ഞെങ്കിൽ, സഹോദരന്മാരെ സഹോദരിമാരെ, ഈമാനിന്റെ ലക്ഷണമാണത്. അല്ലാഹ് ബഹുമാനിച്ചവരോട് എന്തെങ്കിലും ഒരു നിന്ദ്യത നമ്മൾ കാണിച്ചു പോയാൽ പിന്നെ നമ്മളെ ഈമാനിനവിടെ നിലനിൽപ്പില്ല. ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കണം. ഇതുകൊണ്ട് തന്നെ മഹാന്മാരായ സ്വഹാബത്ത് അള്ളാന്റെ റസൂലിനെ ആദരിച്ചത് എങ്ങനെയാണ്? സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ലാ യഹ്ദൂനൻ നദറ ഇലൈഹി തഅളീമൻ ലഹു. നബി തങ്ങളോടുള്ള ബഹുമാനം കാരണം ഒരാളും അവിടത്തെ മുഖത്തേക്ക് തുറിച്ചു നോക്കാറില്ല. അള്ളാന്റെ ഹബീബ് ഇങ്ങോട്ട് നോക്കുമ്പോൾ താഴോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കാതിരിക്കുമ്പം ആ ശറഫാക്കപ്പെട്ട മുഖം നോക്കി സന്തോഷിക്കുക. ഇതായിരുന്നു അദബുള്ളോൽ അടയാളം. അദബില്ലാത്തവരാണ് വലിയ വലിയ ആൾക്കാരെ കണ്ണിൽക്ക് നോക്കുക. വലിയ ആളുകളെ മോത്തുക്ക് നോക്കാൻ അദബുള്ളോൽ കഴിയിൽ അവർ താഴോട്ട് നോക്കും. അതാ നിസ്കാരത്തിന്റെ അദബ് പറഞ്ഞപ്പോൾ അള്ളാഹുമായുള്ള മുഖാമുഖമാണല്ലോ നിസ്കാരം. അപ്പൊ നിസ്കാരത്തിൽ ഇങ്ങനെ നേരെ നോക്കല് അദബില്ലായ്മയാണ്. അള്ളാഹു മുന്നിൽ ഉണ്ട് എന്ന സങ്കല്പമുള്ളത് കൊണ്ട് താഴോട്ട് സുജൂദിന്റെ സ്ഥലത്ത് നോക്കലാണ് മര്യാദ. ആ മര്യാദ നമ്മളിൽ ഉണ്ടാവണം. അപ്പോഴാണ് അള്ളാഹു നമ്മളെ നിസ്കാരം സ്വീകരിക്കുക. ഇതേപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് ബഹുമാനിച്ചത് എങ്ങനെയാണ്? ഒരിക്കൽ അള്ളാഹിന്റെ ഹബീബ് ഒരു വിഷയം പഞ്ചായത്ത് പറയാൻ ഏതോ ഒരു ഗ്രാമത്തിലേക്ക് പോയി.
നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചു, ഇഖാമത്തിന്റെ സമയമായി. റസൂലുള്ളാഹി തങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളെ സമീപിച്ചു പറഞ്ഞു, കച്ചവടക്കാര് പീടിക അവിടെ തന്നെ തുറന്നിട്ട് വന്നതാണ്, കർഷകര് തോട്ടത്തുനിന്ന് പോന്നതാണ്, അവരൊക്കെ തിരക്കാക്കുന്നുണ്ട്, നിസ്കാരം തുടങ്ങണ്ടേ? മഹാനവറുകൾ പറഞ്ഞു, അവസാനം കൂടിയാലോചനയ്ക്ക് ശേഷം നബിതങ്ങൾ വരാൻ വൈകുമായിരിക്കും, അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇഖാമത്ത് കൊടുത്ത ഉടനെ സിദ്ദീഖ് തങ്ങളതാ മിഹ്റാബിലേക്ക് കയറി നിന്നു. അപ്പോഴേക്ക് അള്ളാന്റെ ഹബീബ് വന്നു. സ്വഹാബത്ത് സൂചന പറഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങൾ മിഹ്റാബിൽ നിന്ന് പിന്നോട്ട് തന്നെ വലിയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിദ്ദീഖേ, അവിടെ തന്നെ നിന്ന് നിങ്ങൾ നിസ്കാരം തുടങ്ങുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ കൽപ്പന അനുസരിച്ചില്ല. അള്ളാന്റെ റസൂൽ ഒരു കാര്യം കൽപ്പിച്ചാൽ അനുസരിക്കല് വുജൂബാണ്. ആ നിർബന്ധം വീട്ടാതെ പിന്നോട്ട് മാറിയപ്പോൾ തൽക്കാലം നബിതങ്ങൾ തന്നെ കയറി നിന്ന് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത് പൂർത്തീകരിച്ചു. നിസ്കാരാനന്തരം അവിടുന്ന് ചോദ്യം ചെയ്തു, സിദ്ദീഖേ, ഞാൻ കൽപ്പിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അനുസരിച്ചില്ല? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വിനയത്തോടെ, ഓ പ്രിയപ്പെട്ട നബിയേ, ഖുഹാഫയുടെ മകനായ അബൂബക്കറിന് അങ്ങയുടെ മുന്നിൽ നിൽക്കാനുള്ള കെൽപ്പില്ല തങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ നിൽക്കാതിരുന്നത്. ഇത് അദബാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഈ ഹദീസ് വിശദീകരിച്ച് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ഈ സംഭവത്തിൽ. അതിൽ പ്രധാനപ്പെട്ട ഒരാശയം എന്താണ്? ചില സന്ദർഭങ്ങളിൽ മതവിധിയേക്കാൾ അദബിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. മതവിധിയേക്കാൾ മര്യാദക്ക് പ്രാധാന്യം കൊടുക്കണം. ഉദാഹരണം ഏതുപോലെ, ഒരു പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ ഏറ്റവും അർഹതയുള്ളവൻ ആരാണ്? ഈ അന്വേഷണം നടന്നാൽ ഫത്ഹുൽ മുഈൻ തരുന്ന മറുപടി, അവിടെ ഔദ്യോഗികമായി ജമാഅത്തിന് നേതൃത്വം നൽകാൻ ഒരു ഇമാമിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളാണ് അവിടെ ഇമാമത്ത് നിൽക്കാൻ ഏറ്റവും അർഹൻ. അതാണ് ഹുക്മ്. എന്നാൽ ആ ജമാഅത്ത് നടക്കുമ്പം ഈ ഇമാം അടക്കം ആദരിക്കുന്ന, ആ നാട്ടുകാരൊക്കെ ബഹുമാനിക്കുന്ന ഒരു സയ്യിദോ ഒരു ആലിമോ അവരും ഇമാമത്തിന് അർഹരാണ്, അതിന് യോഗ്യതയുള്ളവരാണ്. അങ്ങനെയുള്ള ഒരാള് ആ പള്ളിയിൽ വന്നാൽ ഇമാം എന്താ ചെയ്യേണ്ടത്? പാരാ ഇമാമത്ത് കണ്ട് ഫത്ഹുൽ മുഈൻ എടുത്ത് ഞാൻ തന്നെയാണ് എന്ന് മസ്അല പറയാതെ അദബ് പാലിച്ച് തങ്ങളോട് പറയണം, തങ്ങളെ നിങ്ങൾ നിൽക്കി, ഉസ്താദ് നിൽക്കി എന്ന് അവരോട് പറയണം. ഇതാ മര്യാദ. ഉസ്താദ് പറയാണ്, തങ്ങൾ പറയണം, അല്ല നിങ്ങൾ തന്നെ നിന്നോളൂ എന്ന് പറഞ്ഞാൽ അയാൾ നിൽക്കണം. അല്ലാതെ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ ഹുക്മ് ഞാനാണ് നിൽക്കേണ്ടതെന്നാണ്, അതുകൊണ്ട് വേറെ ആരോടും ചോദിക്കേണ്ടതില്ല എന്നതല്ല. ഹുക്മിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ചിലപ്പോൾ അദബിന് പ്രാധാന്യം കൊടുക്കണം. ഇതുപോലെ ഒരാളുടെ വാപ്പ മരണപ്പെട്ടാൽ ആ വാപ്പയുടെ ജനാസ നിസ്കാരം ആർക്കാണ് ബാധ്യത? അത് ആദ്യമായി നിർവഹിക്കേണ്ടത് മകനാണ്. മകൻ മരിച്ചാൽ വാപ്പയാണ് ഇമാമത്ത് നിൽക്കേണ്ടതെന്ന് ഹുക്മ് കാണാം. പക്ഷേ ആ ജനാസ നിസ്കാരത്തിന് ഹാജറായവരിൽ വലിയ വലിയ ആലിമീങ്ങളുണ്ട്, സാദാത്തുക്കളുണ്ട്. എന്നാൽ ഒരു ഫാത്തിഹ പോലും മര്യാദക്കറിയാത്ത, മയ്യത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് പോലും പഠിക്കാത്ത സാധാരണക്കാരായ ഞാനും നിങ്ങളും അവിടെ കയറി നിൽക്കുകയല്ല വേണ്ടത്. അവിടെ അദബ് പാലിച്ച് ആ സയ്യിദിനെ പിതാവിന്റെ ജനാസ നിസ്കാരത്തിന് ഇമാമത്ത് നിർത്തിയാൽ ഒരു പക്ഷേ നമ്മളെ വാപ്പാക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നത് നാം കാണിച്ച ഈ മര്യാദ കൊണ്ടാണ്. ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയിൽ പുത്തനാശയക്കാരുടെ സ്വാധീനം കാരണം തലമറക്കാത്തവൻ, ഇതിന്റെ നിയ്യത്തറിയാത്തവൻ, ഫർളും ഷർത്തും അറിയാത്തവൻ, വാപ്പ മരിച്ചാൽ ഏത് മഹാന്മാരുണ്ടെങ്കിലും അവരൊക്കെ വകഞ്ഞു മാറ്റി മുന്നോട്ട് കയറി ജനാസക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ആ ജമാഅത്ത് നിസ്കാരം പോലും സ്വഹിയാവുകയില്ല. ആ ഗുരുത്വം കെട്ടവരിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഓർത്തുപോകുകയാണ്, വന്യരായ റഈസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, മഹാനുഭാവന്റെ ചെറുപ്പക്കാരനായ അഹ്സനി കുട്ടിയെടുത്ത് മരണപ്പെട്ടു പോയി. അല്ലാഹു അവിടുത്തെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആ സമയത്ത് ധാരാളം ഉലമാ, സാദാത്തുക്കളെ, ആലിമീങ്ങൾ ആ ജനാസ നിസ്കരിക്കാൻ അവിടെ തടിച്ചുകൂടി. സുലൈമാൻ ഉസ്താദ് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫുഖഹാക്കളിൽ ഒരു മഹാനാണ്.
സുലൈമാൻ ഉസ്താദ് അറിയാലോ. ആ ഉസ്താദിന് മയ്യത്ത് നിസ്കാരത്തിന്റെ ശർത്തും ഫർളും അറിയില്ലേ? തീർച്ചയായും എല്ലാം അറിയുന്ന ഗുരുവാണ്. പക്ഷേ മഹാനവറുകൾ മരണപ്പെട്ട മകന്റെ ജനാസ നിസ്കരിക്കുമ്പോൾ വന്യരായ ഖമറുൽ-ഉലമ AP ഉസ്താദിനെ വിളിച്ച് ഇമാമത്ത് നിർത്തിയ മര്യാദയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. ഇത് ഫതുഹുൽ മുഈൻ ഓതാത്തത് കൊണ്ടല്ല, ഓതിയത് കൊണ്ടാണ്. ഓതേണ്ടതുപോലെ ഓതിയത് കൊണ്ടാണ്. അപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ച രീതിയിൽ അദബിന് പ്രാധാന്യം കൊടുക്കുന്നവരായി നമ്മൾ മാറണം. അതാണ് ഈമാനുള്ളവന്റെ അടയാളം. ഇനി അതാ അല്ലാഹു നമ്മളോട് പഠിപ്പിക്കുന്നത് മസലു കലിമത്തിൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ. നല്ല ഉറച്ച വിശ്വാസം ഉണ്ടാകുന്നതോടൊപ്പം ഈന്തപ്പന അതിന്റെ ചില്ലകൾ അന്തരീക്ഷത്തിലേക്ക് വിടർന്ന് തണലിട്ട് കൊടുക്കുന്ന ഒരു വൃക്ഷമാണ്. ഈ മരം പോലെ ആവണം ഒരു മുസ്ലിമായ മനുഷ്യൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അത് ഉൾക്കൊണ്ട ഒരാള് മറ്റൊരാൾക്കും ശല്യം ചെയ്യുന്നവനല്ല, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവനാണ്. ഈന്തപ്പന നല്ല കുളിരേകുന്ന, പ്രത്യേകിച്ച് ചൂടുള്ള പ്രദേശത്താണല്ലോ അത് ഉണ്ടാകുന്നത്. അതിന് കട്ടിയുള്ള ഇലയാണ് എന്നതുകൊണ്ട് തന്നെ ആ മരത്തിന്റെ ചുവട്ടിൽ, ചൂടുള്ള പ്രദേശത്ത് ആ മരത്തിന്റെ ചുവട്ടിൽ കയറിയിരുന്നാൽ ഒരു AC-യിലിരിക്കുന്ന സുഖാണ്. ഇതേപോലെ ആയിരിക്കണം മുഅ്മിനായ മനുഷ്യൻ. ഒരാളെയും ശല്യം ചെയ്യുന്നവനല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൽ മുസ്ലിമു, യഥാർത്ഥത്തിലുള്ള മുസ്ലിം, അക്ഷരാർത്ഥത്തിലുള്ള മുസ്ലിം. മുസ്ലിം എന്ന പദത്തിന് രക്ഷപ്പെട്ടവൻ എന്നൊരു അക്ഷരാർത്ഥമുണ്ട്. ആ രീതിയിലുള്ള മുസ്ലിമാരാണ് മൻ സലിമന്നാസ്, മറ്റുള്ള ജനങ്ങളെല്ലാം രക്ഷപ്പെട്ടിരിക്കണം. മിൻ ലിസാനിഹി വയദിഹി, ഇവന്റെ നാവിൽ നിന്നും ഇവന്റെ കരങ്ങളിൽ നിന്നും ഒരാൾക്കും ഒരു വിധത്തിലുമുള്ള ഉപദ്രവം വരുത്തവന്നവനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഉൾക്കൊണ്ട വിശ്വാസി ഉപകാരി മാത്രമായിരിക്കണം. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കിത്തരട്ടെ. ജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന, സാന്ത്വനം നൽകുന്ന, സമാധാനം കൊടുക്കുന്ന, ആശ്വാസം പകരുന്ന സ്വഭാവക്കാരായി നമ്മൾ മാറണം. അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിന്റെ വചനം ഉൾക്കൊണ്ട യഥാർത്ഥ ഈമാനുള്ളവനായി തീരുന്നത്. ഇതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു ഒരുപാട് പെരുമാറ്റച്ചട്ടങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈമാൻ ഹൃദയത്തിലുണ്ടെങ്കിൽ മറ്റുള്ള ഒരു മനുഷ്യനെയും വേദനിപ്പിക്കുകയില്ല, സന്തോഷിപ്പിക്കുക മാത്രമാണ്. ആ സന്തോഷിപ്പിക്കലിന്റെ ഭാഗമായി മറ്റൊരു മനുഷ്യനെ നമ്മൾ കാണുമ്പോൾ എങ്ങനെ അയാളെ സമീപിക്കണം? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, തബസ്സുമുക ഇലാ വജ്ഹി അഖീക സദഖാ, നിന്റെ സുഹൃത്തിനെ കാണുമ്പോൾ നീ ഒന്ന് പുഞ്ചിരിക്കുക. ആ പുഞ്ചിരി ഒരു ദാനധർമ്മമാണ്. അയാൾക്ക് നമ്മൾ 1000 10,000 കൊടുക്കുന്നത് പോലെയാണ് ഒരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്നത്. അത് അറിയുന്നവനാണെങ്കിലും അറിയാത്തവനാണെങ്കിലും. ഒരു മനുഷ്യനെ കണ്ടാൽ എന്ത് ചെയ്യാ? അയാളോടൊന്ന് പുഞ്ചിരിക്കും. ഒരു നഷ്ടവും ഇതിനില്ല, അയാൾക്ക് വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കുക, നമുക്ക് തീരെ പരിചയക്കാരും ഇല്ലാത്തൊരു നാട്. ആ നാട്ടിൽ നമ്മളിങ്ങനെ ചെന്ന് നിന്നാൽ ചിലപ്പോ ആ നാട്ടുകാർ നമ്മളെ നോക്കുന്നതിന് എങ്ങനെയായിരിക്കാം? ഏതോ ഒരു വംശനാശം നേരിടുന്ന ജീവിയെ നാട്ടിൽ ഇറങ്ങിയ മാതിരി ഉണ്ടാവും. ആൾക്കാർ ഇങ്ങനെ നോക്കുക, ഞാൻ ഭീകരനാണോ വേറെ ഏതെങ്കിലും ആണോ? അങ്ങനെ പരിചയമില്ലാത്തവനെ ആൾക്കാർ സംശയത്തോടെ നോക്കുക. ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മളടുത്ത് വന്ന് ഒന്ന് പുഞ്ചിരിച്ചാൽ എന്തൊരു സന്തോഷമായിരിക്കും. ഈ ആളുകളൊക്കെ സംശയത്തിന്റെ കണ്ണുകൊണ്ട് നോക്കണതിന്റെ ഇടയെന്ന് ഒരു വ്യക്തി മാത്രം നമ്മളോടൊന്ന് ചിരിച്ചാൽ 1,00,000 രൂപ നമുക്ക് തന്ന സന്തോഷമാണ്. ഈ സന്തോഷം വെറുതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള കഴിവ് അല്ല നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെന്തു വേണം? നല്ല ഒരു മനസ്സ് വേണം. നല്ല മനസ്സുള്ളവനിൽ നിന്നേ പുഞ്ചിരി വിരിയൂ. മനസ്സ് മോശമായാൽ പുഞ്ചിരിച്ചാൽ തന്നെ അത് ചിരിയാവൂല, ഒരു തരം ഇളിയിൽ കലാശിക്കുന്ന. നല്ല മനസ്സില്ല, ഞാൻ ചിരിക്കാൻ നോക്കിയാൽ തന്നെ ഒരു വളഞ്ചി ചിരിയായിക്കും. അതൊരു ഇളിയായിട്ടാണ് മാറുക. അപ്പൊ ആത്മാർത്ഥമായ ഒരാളെ കാണുമ്പം പുഞ്ചിരിക്കുക. വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവ് ഭാര്യയെയും മക്കളെയും നോക്കി പുഞ്ചിരിക്കുക. ഭാര്യയും കുട്ടികളും ഭർത്താവിനെ നോക്കി, ഉപ്പാനെ നോക്കി തിരിച്ചും പുഞ്ചിരിക്കുക. മിഠായി കൊണ്ടുവരുന്നതിനേക്കാൾ ഒരു പക്ഷേ കുട്ടികൾക്ക് സന്തോഷം വാപ്പാന്റെ ഈ പുഞ്ചിരിയായിരിക്കാം. ആ രീതിയിൽ ചിരിച്ചു പെരുമാറുന്നവരായി നമ്മൾ മാറണം. അതോടൊപ്പം തന്നെ
കൈ കൊടുക്കാൻ പറ്റിയവർക്കൊക്കെ കൈ കൊടുക്കുക. മുസാഫഹത്ത് വലിയൊരു പുണ്യകർമ്മമാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, തസാഫഹു, നിങ്ങൾ പരസ്പരം മുസാഫഹത്ത് നടത്തുക. യുദ്ഹിബുൽ ഗില്ല, അത് ഹൃദയത്തിൽ നിന്ന് വിദ്വേഷത്തെ നീക്കിക്കളയും, പോക്കിക്കളയും. ഒരാളോടും മനസ്സിൽ വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല. ഈമാനുള്ളവൻ അതും ഈമാനും ഒരുമിച്ച് കൂടൂല. അതുകൊണ്ട് തന്നെ വിദ്വേഷം മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള നല്ല മരുന്നെന്താ? നമുക്ക് ദേഷ്യമുള്ള ആളാണെങ്കിൽ പ്രത്യേകിച്ചും അയാൾക്ക് മുസാഫഹത്ത് കൊടുത്താൽ അയാളോടുള്ള വെറുപ്പ് നമ്മളെ കൽബിന്നും പോവും, നമ്മളോടുള്ള വെറുപ്പ് അയാളെ ഹൃദയത്തിൽ നിന്നും ഇറങ്ങിപ്പോകുമെന്നാണ്. കാരണം എന്താ? മനുഷ്യന്റെ ശരീരത്തിൽ വൈദ്യുതി പ്രവഹിക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ നമ്മളെ കൈകളിലൂടെയാണ്. ഈ കൈ മറ്റൊരാളെ കൈയുമായി ചേരുമ്പോൾ നമ്മളെ ശരീരത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ ചാലിച്ച ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു ശക്തി, ഒരു ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു കൊടുക്കുന്നുണ്ട്. ഇതിലൂടെ മനസ്സിൽ നിന്ന് അയാളോടുള്ള ദേഷ്യവും വിദ്വേഷവും ഒക്കെ നമുക്ക് ഇങ്ങനെ ഇറക്കിക്കളയാൻ പറ്റും. അതുകൊണ്ട് ഭാര്യമാരെ കൈപിടിക്കണം, മക്കളുടെ കൈപിടിക്കണം, സുഹൃത്തുക്കളുടെ കൈപിടിക്കണം, എല്ലാവരെയും കൈപിടിക്കണം. സഹോദരിമാർ പരസ്പരം മുസാഫഹത്ത് ചെയ്യണം. അന്യ സ്ത്രീ പുരുഷന്മാർ പിടിക്കുന്നത് അപകടകരമായ വിഷയങ്ങൾക്ക് കാരണമാകുന്നതുകൊണ്ട് ശറഅ് ഹറാമാക്കിയതാണ്, നിഷിദ്ധമാക്കിയതാണ്. അല്ലാത്ത മഹറമുകൾ കരങ്ങൾ പിടിക്കുന്നതിലൂടെ പരസ്പര സ്നേഹമുണ്ടാക്കാൻ കഴിയും. മഹാനായ മർഹൂം ടി.സി. മുഹമ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദ, നമുക്കൊക്കെ അറിയാം, നമ്മളെ കോഴിക്കോട് ജില്ലയിലെ സമസ്തയുടെ സെക്രട്ടറിയായൊക്കെ പ്രവർത്തിച്ചിരുന്ന വലിയൊരു പണ്ഡിതനായിരുന്നു. മഹാനവറുകൾ വലിയ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ബഹുമാനപ്പെട്ടവര് ഒരു മഹല്ലിൽ ചെന്നാൽ മഹാനവറുകൾക്ക് സജീവ സുന്നത്തിയമായത്തിന്റെ പ്രബോധകനായതുകൊണ്ട് എതിരാളികൾ എല്ലാ നാട്ടിലുണ്ട്. അപ്പൊ ദർസ് തുടങ്ങി ഒരു നാട്ടിൽ ചെന്നാൽ ആ നാട്ടിലുള്ള ആളുകൾ വന്നു പറയും, ഉസ്താദെ നിങ്ങളെ കടുത്തൊരു എതിരാളിന്റെ ഇവിടെ. അതാരാ? അത് കുഞ്ഞമ്മദാജിയ അല്ലെ ബീരാനാജിയ, ഏതെങ്കിലും ഒരു ആചാരായിരിക്കും. ഉസ്താദ് എന്താ ചെയ്യാ? അന്ന് വൈകുന്നേരം ഉസ്താദിന് ഒരു ജീപ്പ് ഉണ്ടെന്ന്. ആ ജീപ്പിൽ ഈ വീട്ടുകാട് പോകും. വീട്ടിൽ പോയിട്ട് ആചാര്യ ഇരുത്തുകൊണ്ടിരിക്കും. എങ്ങനെ ഇരിക്കുക? ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെ കാണാൻ വന്നപ്പം മുട്ടോട് ചേർത്തിരുന്നു പറഞ്ഞില്ലേ, അങ്ങനെ ഇങ്ങോട്ട് ഇരിക്കും. ഇരുന്നിട്ട് ആചാര്യ കൈ ഇങ്ങോട്ട് പിടിക്കും. കൈ പിടിച്ചിട്ട് രണ്ട് ഒഴിച്ചിലുണ്ട് ഇങ്ങനെ. എന്നിട്ട് ആ 14-ാം രാവിന്റെ പുഞ്ചിരിയുണ്ട്, അത് ചിരിച്ചിട്ട്, എന്തെല്ലാം ആചാര്യങ്ങളെ വർത്താനം, ഞാനിങ്ങനെ ദർസ് തുടങ്ങാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ കാണാനൊന്ന് വന്നതാന്ന് പറഞ്ഞാട്ട് ലോക്യം പറഞ്ഞാൽ പിന്നെ ആ നാട്ടിലെ ടി.സി. ഉസ്താദിന്റെ ഏറ്റവും അടുത്ത ആളാരായിരിക്കും? ഈ നാട്ടുകാരൊക്കെ നിങ്ങൾ എതിരാളിണ്ട് എന്ന് പറഞ്ഞ ആ ആളായിരിക്കും. അതിന്റെ മനഃശാസ്ത്രം എന്താ? മുസാഫഹത്തിന് വലിയ ശക്തി ഉണ്ട് എന്നാണ്. അപ്പൊ ദേഷ്യം കുറക്കാനും ഈറല്ലാതാക്കാനും ഒക്കെ നല്ലതാണ്. ഇതുപോലെ ആർക്കും ശല്യം ചെയ്യുന്നില്ല എന്നതിന്റെ അടയാളമാണ് സലാം പറയൽ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം വരട്ടെ, ഞാൻ നിങ്ങളെ ശല്യക്കാരനല്ല, എന്നിൽ നിന്ന് നിങ്ങൾക്കൊരു ശെറുമില്ല, അമ്ന് വാഗ്ദാനം ചെയ്യുകയാണ് സലാമിലൂടെ. ഇത് നമ്മൾ വ്യാപകമായി വർദ്ധിപ്പിച്ചാൽ നാട്ടിൽ തന്നെ സമാധാനമുണ്ടാവും, കുടുംബത്തിൽ ശാന്തി ഉണ്ടാകും. വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് സലാം പറയാൻ മടിക്കരുത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പം ഭാര്യയോടും മക്കളോടും സലാം പറയാൻ മടിക്കരുത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, വീട് വിട്ടുപോകുന്നവൻ വീട്ടുകാർക്ക് നൽകുന്ന ഏറ്റവും വലിയ സുരക്ഷ സലാം പറയലാകുന്നു. നമ്മൾ രഹസ്യ ക്യാമറ വെക്കലൊന്നുമല്ല, പാറാവുകാരനെ നിർത്തലല്ല. അള്ളാന്റെ സലാം നിങ്ങൾക്ക് ഉണ്ടാട്ടെ എന്ന് പറഞ്ഞിട്ട് പോന്നാൽ അള്ളാഹ് നോക്കിക്കോളും. അതാണ് പൊരക്കാർക്കുള്ള സംരക്ഷണം. പൊരേന്നിറങ്ങി പോകുമ്പോ സലാം പറഞ്ഞു പോന്നാൽ അവരെ കാര്യം അള്ളാഹു ഏറ്റെടുക്കും. ഇത് ശീലമാക്കണം നമ്മൾ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം സലാം പറയണം. എത്രത്തോളമാണ് നബിതങ്ങൾ പഠിപ്പിക്കുന്നത്? നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെ വീട്ടിൽ നിന്ന് കുടുംബങ്ങളൊക്കെ വിരുന്നു പോയതാണ്, നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന റൂമാണ്. അവിടേക്ക് കയറി ചെല്ലുകയാണെങ്കിലും സലാം പറയണം. അപ്പോൾ പറയേണ്ട സലാം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന വാക്കുകൊണ്ടാവണം. അത്തഹിയാത്തിലുള്ള അത് ഓർമ്മയിൽ വെച്ചാൽ മതി. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇതാണ് വേറെ ആരുമില്ലാത്ത റൂമിലേക്കോ വീട്ടിലേക്കോ കടക്കുമ്പോൾ ചെല്ലേണ്ട സലാം. ഇങ്ങനെ സമാധാനം നേർന്നുകൊണ്ടുള്ള സലാം പറയൽ നമ്മൾ വ്യാപിപ്പിക്കുക. അത് ഈമാൻ പൂർത്തിയാവാനുള്ള അടയാളമാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ,
ഈമാൻ പൂർണ്ണമാകാതെ നിങ്ങൾക്ക് സ്വർഗപ്രവേശം കിട്ടൂല. വലാ തുഅ്മിനൂ, നിങ്ങളെ ഈമാൻ പരിപൂർണമാകൂല. ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബ്ബതും, ഞാൻ നിങ്ങൾക്കൊരു സംഗതി പഠിപ്പിക്കാം. അത് നിങ്ങൾ പ്രയോഗവൽക്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരായിത്തീരും. അത് മറ്റൊന്നുമല്ല, അഫ്ശുസ് സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പറയൽ നിങ്ങൾ വ്യാപിപ്പിക്കുക. ഇത് നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചാൽ തന്നെ നമ്മളെ കുടുംബത്തിൽ ഒരു ഭിന്നിപ്പും പിന്നെ ഉണ്ടാവില്ല. നമ്മളെ നാട്ടിൽ ഐക്യവും സമാധാനവും ഉണ്ടാവും. മുഅ്മിനീങ്ങൾ പരസ്പരം സലാം പറയുക. സഹോദരന്മാരെ, നമ്മളൊന്ന് തുടങ്ങി നോക്കല്ലേ. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ ആലോചിക്കും, ഞങ്ങളിപ്പോ 35 കൊല്ലായി ഒന്നിച്ച് ജീവിക്കണം, ഇതുവരെ സലാം പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ പൊരയിൽ ചെല്ലുമ്പോ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞാൽ ഓളിപ്പോ എന്താ വിചാരിക്കുക? എന്തോ കൂടിയോ, ജിന്നോ ശൈത്താനോ? ഇങ്ങനൊക്കെ സംശയിക്കൂലേ എന്നൊരു പേടിയുണ്ട്. അതൊക്കെ ആട്ടോ ഇവ കൊളോട് പറയാൻ വയലിട്ട് വരികയാണ്. അതിൽ പ്രധാനമായി പറഞ്ഞ ഒരു വിഷയത്തിൽ പെട്ടതാണ് ഇത്. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സലാം പറയാന്നാണ് തീരുമാനിച്ചാല് അതോടുകൂടെ കഴിഞ്ഞ്. പിന്നെ ഈ സംശയത്തിനും ശൈത്താനും ജിന്നും ഒന്നുമില്ല, ഓള് ആരടുത്ത് പോയി വെക്കൊന്നും വേണ്ട. നമ്മളിതൊരു ശീലാക്കി മാറ്റിയാൽ ഭാര്യയായിട്ട് നല്ല ബന്ധം ഉണ്ടാവും, മക്കളുമായിട്ട് സ്നേഹബന്ധം ഉണ്ടാവും. സലാം പറയിൽ നമ്മളെ സമുദായത്തിൽ നമ്മൾ നിലനിർത്തണം. ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സ്നേഹമാണ് കൊടുക്കേണ്ടത്, നിർഭയത്വമാണ്. അവരെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത്. അതിന്റെ ഭാഗമാണ് മറ്റുള്ളവരെ അവര് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പേര് പറഞ്ഞു വിളിക്കുക. ചില ആളുകൾക്ക് സർട്ടിഫിക്കറ്റിൽ വേറൊരു പേരുണ്ടാവാം, എന്നാൽ ഉമ്മയും ബാപ്പിയും ഒക്കെ സ്നേഹത്തോടെ വിളിച്ച പേരുണ്ടാവും. ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ വന്ന കുറെ എല്ലാവർക്കും ഇരട്ട പേരുണ്ടാവാം. ഓലെ ഒറിജിനൽ പേര് നാട്ടുകാരോട് ചോദിച്ചാൽ പറയാൻ കിട്ടൂലായിരുന്നു. അപ്പൊ ആ പേരാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാകുമെങ്കിൽ ആ പേര് വിളിക്കണം. അങ്ങനെ നമ്മൾ ഒരാളെ വിളിക്കേണ്ടതെന്ന അല്ല, ഞാൻ ഓന്റെ ഒറിജിനൽ പേരെ വിളിക്കുള്ളൂ എന്നല്ല, അയാൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കുക. അത് അയാളോടുള്ള ബാധ്യതപ്പെട്ടതാണ്. അതേ സമയത്ത് അയാൾക്ക് ഇല്ലാത്ത ഒരു പേര് നാട്ടിലെ ഏതെങ്കിലും വിദ്വാൻമാര് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പേര് വിളിക്കാൻ പാടില്ല. ഇവിടൊക്കെ പറയുന്നല്ലേ പേര് എന്ന് പറഞ്ഞൊരു പേരുണ്ടല്ലോ അല്ലെ, ആരെങ്കിലും വകയിലിട്ട് കൊടുക്കണേ, അത് ഇടാൻ പാടില്ല, വിളിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മുഅ്മിനീങ്ങളെ വലാ തൽമിസൂ അൻഫുസകും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുനവെച്ച് സംസാരിക്കരുത്, കുത്തിപ്പറയരുത്, വെച്ച് പറയരുത് എന്നൊക്കെ പറയില്ലേ, ആക്കരുത് എന്നൊക്കെ പറയില്ലേ നമ്മൾ. അതാണ് അല്ലാഹു പറഞ്ഞത്. മറ്റവൻ ഇട്ടിട്ട് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒന്ന് ഓനിട്ട് താങ്ങുക. ആ രീതിയിൽ നിങ്ങൾ ഒരാളോടും സംസാരിക്കരുത്. വലാ തനാബസൂ ബിൽ അൽഖാബ്, ഒരാൾക്കും നിങ്ങളെ വകയിൽ ഒരു പേരിട്ട് വിളിക്കരുത്. അയാൾക്ക് ഉമ്മയും ബാപ്പിയിട്ട പേര്, കുടുംബം വിളിക്കുന്ന പേരുണ്ട്, അതില്ല. അതല്ലാതെ വേറെ ഒരു പേരിട്ട് അയാളെ വിളിക്കുന്നു. അത് ചിലപ്പോ നാട്ടിലേതെങ്കിലും ചങ്ങാമാരിട്ട പേരായിരിക്കും. ആ പേരിടാൻ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവും. അധികം ഓരോരുത്തർ ചെയ്യണ പണി അനുസരിച്ചാണ് ഓരോരുത്തർക്ക് പേര് കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് നാട്ടുകാരിട്ട പേരായിരുന്നു അൽ അമീൻ. കാരണം റസൂലുള്ളാഹി ആരാ? എല്ലാവർക്കും വിശ്വസ്തനാണ്. അവരെന്ത് സാധനം സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന ബാങ്ക് അന്ന് അള്ളാന്റെ റസൂലിന്റെ വീടാണ്. അതുകൊണ്ട് നാട്ടുകാർ മൊത്തം അൽ അമീൻ എന്ന് വിളിച്ചു. ചില നാട്ടിലെ ആൾക്കാർക്ക് പേര് വേറെ ഉണ്ടാവും, ത്വരപ്പം മുഹമ്മദ്. എന്താ മൂപ്പരെ പണി ത്വരപ്പൻ തന്നെയാണ്, അതുകൊണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ആരെങ്കിലും ഇട്ട് എന്ന് കരുതി നമ്മൾ അങ്ങനെ വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിക്കുന്നത് വലിയ തെറ്റാണ്. ഇനി ആ പേര് പറഞ്ഞാലല്ലാതെ അയാളെ അറിയില്ല എങ്കിൽ നമ്മൾ ഒഴിഞ്ഞു പറയണം. നാട്ടുകാര് ചട്ടൻ മുഹമ്മദ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാളെ വീടെവിടെയാണ്, അല്ലാതെ ഞാനങ്ങനെ പറയരുത്, നാട്ടുകാരങ്ങനെ പറയുന്ന ആള് എന്നേ നമ്മൾ പറയാവൂ. കാരണം അല്ലാഹു പറയുന്നു, ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ഒരാൾക്ക് ഈമാൻ കൈവന്നതിന് ശേഷം മറ്റൊരാളെ മോശം പേരിട്ട് വിളിക്കുക എന്നത് വളരെ മോശം പരിപാടിയാണ്. വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അങ്ങനെ ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് നേരിട്ട് ചെന്ന് മാപ്പ് പറഞ്ഞ് അള്ളാഹിനോട് പൊറുക്കലിനെ തേടി തൗബ ചെയ്തില്ലെങ്കിൽ അവനെ അക്രമികളുടെ ലിസ്റ്റിലാണ് അള്ളാഹു ഉൾപ്പെടുത്തുക. ഇതൊരു ചെറിയ വിഷയമായി കാണരുത്. ഇല്ലാത്ത പേരിട്ട് വിളിച്ചു പോലും മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നവനാകരുത്.
ഫിസ്സമാ, ഈന്തപ്പനയുടെ ചില്ലകൾ അന്തരീക്ഷത്തിൽ അതാ തണലിട്ട് കൊടുക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി നിൽക്കണം. ഒരാൾക്കും നമ്മളെ വേദനിപ്പിക്കുന്നവരായി നമ്മൾ മാറരുത്. ഏതെങ്കിലും ഒരാളെ ന്യൂനത നമ്മൾ കണ്ടു, അത് നമ്മൾ തുറന്നു പറയാൻ പാടില്ല. ഉള്ളതാണ്, നേരിട്ട് കണ്ടതാണ്. പക്ഷേ ഈമാനുള്ളവന്റെ ബാധ്യത അത് നമ്മൾ മൂടിവെക്കണം. കാരണം നമ്മളാരും മഅ്സൂമുകളല്ല. ജീവിതത്തിൽ അതുപോലത്തെ അബദ്ധങ്ങൾ നമ്മളിൽ നിന്നും സംഭവിച്ചേക്കാം. ഇത് ചിന്തിച്ചുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യരിൽ നിന്ന് എന്ത് തെറ്റ് സംഭവിച്ചാലും നാം ആയിട്ട് അതിനെ വെളിപ്പെടുത്താൻ പോകരുത്. അതിനെ മറച്ചു വെക്കുകയാണ് വേണ്ടത്. മറച്ചു വെക്കാൻ നമുക്ക് സാധിച്ചാൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടത്തെ സംബന്ധിച്ച് നബി തങ്ങൾ പറയുന്നു, മൻ സതറ ഔറത അഖീ, ആരെങ്കിലും ഒരു സുഹൃത്തിന്റെ ന്യൂനത കണ്ടിട്ട് അത് പുറത്തു പറയാതെ അടക്കി വെച്ചാൽ സതറഹുല്ലാഹു തആല ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും നാളെ പരലോകത്തും അവന്റെ ഐബുകളും ന്യൂനതകളും അല്ലാഹു മൂടിവെക്കും. അതേ സമയത്ത് ഒരാളുടെ നമ്മൾ വഷളാക്കി തുറന്നു പറഞ്ഞെങ്കിലോ അല്ലാഹു തആല നമ്മളെയും ഇവിടെ വഷളാക്കും. നിങ്ങൾ കേൾക്കുന്നില്ല ഓരോരോ വാർത്തകൾ, പ്രകൃതി വിരുദ്ധ പീഡനം, അതേപോലെ തന്നെ ബലാത്സംഗം, എന്തൊക്കെയാണ്. എന്നാൽ ആ പുറത്ത് വാർത്ത വന്നവനേക്കാൾ 10,000 മടങ്ങ് ഈ തെറ്റ് ചെയ്ത ആളുകളൊക്കെ വേറുണ്ട് സമൂഹത്തില്. പക്ഷെ അവരൊന്നും റിപ്പോർട്ട് പുറത്തു വരുന്നില്ല. നിങ്ങൾ പഠിച്ചാൽ അറിയാം. ഈ റിപ്പോർട്ട് വരുന്നവന്റെ ഹിസ്റ്ററി നിങ്ങൾ എടുത്തു നോക്കണ്ടേ. ഇയാൾക്ക് എന്തായിരിക്കും പ്രധാന ജോലി? വേറെ ആരുടെയെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും അയബുണ്ടെങ്കിൽ അത് പുറത്തറിയിക്കുന്ന പരിപാടിയായിട്ട് നടന്നിട്ടുണ്ടാവാം. അങ്ങനത്തെ ആൾക്ക് ഒരിക്കലേ സംഭവിക്കേണ്ടതുള്ളൂ. അത് അള്ളാഹു തആല വഷളാക്കുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ കോടതിയിൽ വഷളാകരുത്. ആ ഓർമ്മയുള്ള ആളുകൾ വേറൊരാളെ വഷളത്തരം വിളംബരപ്പെടുത്താൻ മുൻകൈയെടുക്കരുത്. കണ്ടില്ലെന്ന് നടിക്കുക. അവനും അള്ളിയായിട്ടാവട്ടെ. ഞാനത് എന്തിനു പറയണം? ഇനി നിങ്ങൾക്ക് പറയണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ സുഹൃത്തിനെ നേരിട്ട് വിളിച്ച് പറയ, മോനെ ഇത് നീ ചെയ്തത് വലിയ തെറ്റാണ്, ഇത് പിടിക്കപ്പെട്ടാൽ എന്താണ് ഇതിന്റെ പിന്നിൽ? അവനെ മാത്രം ഒറ്റക്ക് വിളിച്ച് പറഞ്ഞു ഉപദേശിക്കുക. ഇതല്ലാതെ മറ്റുള്ളവരോട് ചെന്ന് പറയാൻ പാടില്ല. അള്ളാന്റെ റസൂല് ഗൗരവത്തോടെ പറയുന്നു, മൻ അയ്യറ മുഅ്മിനൻ ബിദംബിൻ താബ മിൻ, മുഅ്മിനായ ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു, ഒരു പക്ഷേ അവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവാം, അള്ളാഹു അവന് പുറത്തു കൊടുത്തിട്ടുണ്ടാവാം. ആ തെറ്റിനെ ആരെങ്കിലും പരസ്യമാക്കിയാൽ കാന ഹഖ്ഖൻ അലല്ലാഹ്, അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ് അയ്യബ്തലിയഹു, ഇത് പരസ്യമാക്കിയവനെയും അള്ളാഹു പരീക്ഷിക്കും. വയുഫല്ലിഹു ഫീഹി ഫിദ്ദുനിയ വൽ ആഖിറ, അതേ തെറ്റിന്റെ പേരിൽ ദുനിയാവിലും നാളെ പരലോകത്തും അള്ളാഹു അവനെ വഷളാക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ വേറെ ഒരാളുടെ ഐബുകൾ തേടിപ്പോകുന്ന ആളാകരുത്. മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നവരാകണം. ഇതുപോലെ ഒരാളിൽ എന്തെങ്കിലും ഒരു അബദ്ധം ഉണ്ടായാൽ അയാളെ മുഖത്ത് നോക്കി അതങ്ങോട്ട് പറയാം. ചില ആൾക്കാർ പറയും, ഞാൻ പിന്നെ കണ്ട കാര്യം മുഖത്ത് നോക്കി പറയണ കൂട്ടത്തിലാണ് എന്നറിയാം. നിങ്ങൾ കേൾക്കലുണ്ട് അങ്ങനെ പറയണ ഉണ്ടാവൂലേ? എന്നാൽ അള്ളാന്റെ റസൂൽ അങ്ങനെ ആയിരുന്നില്ല. ഇത് മനസ്സിലായിക്കോട്ടെ. ഒരാളെടുത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ട്, അയാളെ മുഖത്ത് നോക്കി പറയല്ല. അങ്ങനെ പറഞ്ഞാൽ അയാൾ നന്നാവൂല. നമ്മളെ ഉദ്ദേശം എന്താണ്? അയാൾ ആ തെറ്റിനെ ആവർത്തിക്കാതിരിക്കല. എന്നാൽ ആരോഗ്യകരമായ രീതിയിൽ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എന്തൊക്കെ തെറ്റുകൾ നബിന്റെ ശ്രദ്ധയപ്പെടാറുണ്ട്, പലരും പെടുത്താറുണ്ട്. എന്ത് സമീപനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സ്വീകരിച്ചത്? അതാ നമ്മളും സ്വീകരിക്കേണ്ടത്. ചിലപ്പോ പള്ളിയിൽ വരുമ്പോ ചില ആളുകള് പുതുമുസ്ലിമങ്ങൾ അങ്ങനെ കൂടി വരുന്ന കാലാണ്. അവര് ജമാഅത്തിന് പള്ളിയിൽ വന്നാൽ അവർക്ക് ഇതിന്റെ അദബും മര്യാദ ഒന്നും അറിയില്ല. നമ്മൾ വലിയൊരുനാക്ക് കുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോയാൽ മതിയാ. വാപ്പന്റെ അടുത്തും വലത്തും ഉണ്ടാവും വായന്റെ അടുത്ത് കന്നുവളച്ചമാതിരി ഇങ്ങനെ കുട്ടികൾ. വാപ്പ എന്താ പറയണ നോക്കാൻ നമ്മൾ ഇങ്ങനെ മേപ്പോട്ട് പോകും മക്കൾ. ഇതേമാതിരി ആദ്യമായിട്ട് പള്ളിയിൽ വരുന്ന ഈ ആളുകൾ എന്ത് ചെയ്യും? സുജൂദില് മറ്റവനോട് കുജി കഞ്ഞി പിടിച്ചണോ ചായ പിടിച്ചോ അങ്ങനെ നാട്ടുവർത്താനൊക്കെ പറയലുണ്ടായിരുന്ന ചില ആളുകൾ ഇങ്ങനെ കൈയ്യെട്ടിയിട്ട് പള്ളിന്റെ മൂന്തായ എങ്ങനെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണുകയാണ്. കാരണം ഓർക്ക് അറിയില്ല ഇതിന്റെ മര്യാദ എന്താണ്. നമ്മളൊക്കെ ആണെങ്കിൽ അത്തരക്കാരെങ്ങനെ നന്നാക്കല്? ദത്താ കാക്കി ആകാശ് പെരടിക്കൊന്നാർ തന്നാൽ നിസ്കാരത്തിലെ മേലോട്ട് നോക്കണം എന്നല്ലേ നമ്മൾ ചോദിക്കുക. അയാള് പള്ളിയിൽ നിന്നാട്ടിറങ്ങും. ഈ ജാതി പുലിക്കോടന്മാരുള്ള സ്ഥല പള്ളിയിലെ മേലാൽ നമ്മൾ ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞാൽ പോയാൽ പിന്നെ അയാൾ നമുക്ക് കിട്ടൂല.
നബിസുല്ലാസങ്ങൾ ഇങ്ങനെ മുഖത്ത് നോക്കി പരതൊക്കെ നബി കാണും. എന്നിട്ടെന്താ, നിസ്കാര ശേഷം അവിടുത്തെ സ്ഥിരം പ്രഭാഷണം ഉണ്ടാവും. ആ പ്രസംഗത്തിൽ വിഷയം കൊണ്ടുവരും. അപ്പോൾ ആരോടോ എന്ന നിലക്ക് പറയും, പക്ഷേ ഗൗരവത്തിലാ പറയാ. മാ ബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഫിസ്വലാത്തി ഇലസ്സമാ. എന്താണ് ചില ആളുകളുടെ അവസ്ഥ? നിസ്കരിക്കാൻ നിന്നാൽ അവര് മേലോട്ട് നോക്കുന്നു. അത് പാടില്ല കേട്ടോ, അവരെ കണ്ണു ഒറ്റിയെടുക്കപ്പെട്ടു പോകും, സൂക്ഷിച്ചോളണം. ഇത് ചെയ്യുന്നവർക്കറിയാം. എന്നാ ആരും മുഖത്ത് നോക്കി ഇന്ന ആളാണ് എന്ന് നബി പറയാറില്ല. ആളുകൾ തിരുത്തും. ഒരു ചെറുപ്പക്കാരൻ വല്ലാതെ മുടി നീട്ടി. അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ഓനോട് വിളിച്ചു, പാനങ്കോല പോലത്തെ മുടി, ഇനി തീ കൊടുക്കും, ഞാൻ പോയി വെട്ടിച്ചു വാന്നൊക്കെ പറഞ്ഞാല് 1 ഇഞ്ച് കൂടിയോ നീട്ടിയേക്കും പിറ്റേന്ന് വരിക. നബി സുല്ലല്ലാഹു എന്താ ചെയ്തത്? ഓന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അന്റെ സുഹൃത്തുണ്ടല്ലോ വളരെ നല്ലവനാട്ടോ, ഓന്റെ ആ മുടിയും കൂടി ഓൻ ചെറുതാക്കിയാലേ ഓൻ 100ക്ക് 100 ഇയാള് പോയി പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വേഗം പോയി മുടി വെട്ടി നന്നായി. ഇതാണ് ആളെ നന്നാക്കലാണ്, അതിന് പറ്റിയ വർത്താനായിരിക്കണം. ഇത് നമുക്ക് പലപ്പോഴും അറിയില്ല. ചില ആളുകളാണ് മക്കളെ പോലും എങ്ങനെയാണ് നന്നാക്കേണ്ടതെന്ന് അറിയില്ല. അതിന് വേറൊരുത്തനെ ഉഷാറാക്കി ഇവനെ മോശാക്കി. പൊരയില് ആരോ വിരുന്നിന് വന്നപ്പോ പറയും, ഇവൻ തിരക്കടൊന്നുമില്ല, ഓന് മാർക്കൊക്കെ ഉണ്ട്, ഓൻ LKG 100. LKG എല്ലാവർക്കും 100 തന്നെയാണ്, അത് നമുക്കറിയില്ല. ഓൻ LKG, മറ്റോ 4ാം ക്ലാസ്സിലാ, ഓന് 100ൽ 80 മാർക്കുകൾ, ഓനൊക്കെ വെറുതെ ഫീസ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ? ഈ കുട്ടിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഉമ്മ വഷളാക്കാണ്. ഈ വഷളാക്കണ കുട്ടിക്ക് വിദ്വേഷം ഉണ്ടാവും. മോത്തൊക്കെ ഇങ്ങനെ പറയാൻ പാടില്ല. മാത്രല്ല ഈ അനുജനോട് വെറുപ്പുണ്ടാവും. ഓൻ വലിയ ഉഷാർ, ഞാനൊരു മോശക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിലാ പിന്നെ വിദ്വേഷം ഉണ്ടാകുക. അതുകൊണ്ട് ഒരിക്കലും ഒരാളെയും മുഖത്തു നോക്കി ഇകഴ്ത്തി പറയാൻ പാടില്ല. അവിടൊക്കെയും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ നമ്മൾ സ്വകാര്യം പറയുമ്പോൾ പോലും മറ്റൊരാൾ വേദനിച്ചു പോകരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ കാനൂ സലാസ ഫലാ യതനാജസ്നാനി ദൂന സാലിസി. 3 പേരുള്ള സ്ഥലത്ത് നിന്ന് 2 ആള് ഇങ്ങോട്ട് മാറി സ്വകാര്യം പറയരുത്. എന്താ കാരണം? 3ാമന് തോന്നും ആ ഇന്നെ പറ്റി തന്നെയാണ്, അല്ല എന്താ ഞാൻ കേൾക്കണേന്, അങ്ങനെ ചിന്തിക്കലും അയാളെ പറ്റുന്നായിരിക്കൂല. പക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണക്ക് അവിടെ സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് 3 ആളുള്ള അടുത്തുനിന്ന് 2 ആള് സ്വകാര്യം പറയാൻ പാടില്ല. മാത്രമല്ല 3ാമന് തിരിയാത്ത ഭാഷയിലും സംസാരിക്കാൻ പാടില്ല. ഒരുത്തന്നെ ഇന്റർവ്യൂവിന് വിളിച്ച് 2 ആൾക്കാരുണ്ട്. ആദ്യം മലയാളത്തിൽ ഇവനോട് ഇങ്ങനെ ചോദിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ഇവ 2 ആളും ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം. അപ്പൊ ഈ സാധുവിന് എന്നെന്തോ കളിയാക്കാന്നല്ല വിചാരിക്കും, ഓനത് തിരിയില്ല. അത് പാടില്ല, അവരെ മനസ്സ് വേദനിക്കും. അള്ളാഹിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചതാണ്, നമ്മൾ ആളുകൾക്ക് ശല്യക്കാരാകരുത്, ആളുകൾക്ക് സാന്ത്വനവും സ്നേഹവും കൊടുക്കുന്നവരാവണം. അതാണ് മുഅ്മിനായ മനുഷ്യനെ. ഈന്തപ്പനയോടാണ് അള്ളാഹു ഉപമിച്ചിരിക്കുന്നത്. അത് അന്തരീക്ഷത്തിൽ പന്തലിട്ടുകൊണ്ട് തണൽ വിരിച്ച നിലക്കാണുള്ളത്. ഇതുപോലെ വേദനിക്കുന്നവന്റെ കണ്ണീരൊപ്പണം മുസ്ലിമായ മനുഷ്യൻ. ഈമാനുള്ളവൻ എപ്പോഴും മറ്റുള്ളവരോട് ദയ കാണിക്കും, സേവന സന്നദ്ധനായിരിക്കും. എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണമെന്നതാണ് അവന്റെ മനസ്സിലുണ്ടാകുക. ആ ഉപകാരം നിരന്തരമായിരിക്കും, നിത്യവും ഉള്ളതായിരിക്കും. അതാണ് അല്ലാഹു തുടർന്ന് പറയുന്നത്, ഈന്തപ്പന അതിന്റെ വിഭവമാകുന്ന പഴം എല്ലാ സീസണുകളിലും അത് നൽകുന്നു എന്ന് പറഞ്ഞാൽ ഈന്തപ്പനക്കും മാങ്ങയെപ്പോലെ സീസൺ ഉണ്ട്. പക്ഷേ ആ പഴത്തിന്റെ പ്രത്യേകത എന്താ? ഏത് സീസണിലും വാങ്ങാൻ കിട്ടും. മാങ്ങന്റെ മാതിരിയല്ല, മാങ്ങക്ക് അതിന്റെ കാലാവസ്ഥയിലേ അതുണ്ടാവും, പിന്നെ അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റൂല. ഈത്തപ്പഴം അങ്ങനെയല്ല, ഏത് കാലത്തേക്കും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ സൂക്ഷിച്ചു വെക്കും. എന്നും ഈത്തപ്പഴം വിപണിയിൽ ഉണ്ടാകും. ഏത് കാലത്തും അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഉൽപ്പന്നം നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതുപോലെ ജീവിതകാലത്തും മരണശേഷവും ഉപകാരം ചെയ്യുന്നവനാണ് മുഅ്മിനായ മനുഷ്യൻ. ശരിക്കും ഈമാൻ കൂടുന്നതിനനുസരിച്ച് ഉപകാരം ഇങ്ങനെ കൂടും. CM വലിയുള്ളാഹ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹുവിന്റെ ബർക്കത്തുണ്ട്, നമ്മളെ മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ. ആ മഹാനുഭാവന്റെ ആണ്ട് വരാൻ പോവാണ് ഇനി അടുത്ത മാസം, റമദാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ. എത്ര സ്ഥാപനങ്ങളാണ് ആ വഫാത്തായി കിടക്കുന്ന മഹാന്റെ പേരിൽ ഇവിടെ നടന്നു പോകുന്നത്. ഇത് മരണശേഷവും മുഅ്മിനായ മനുഷ്യന്റെ ഉപകാരമാണ്. ആ നഫ്അ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മഹാനുഭാവന്റെ നാമധേയത്തിൽ സ്ഥാപിച്ച ഒരു സ്ഥാപനവും പരാജയപ്പെടാറില്ല, അത് വിജയത്തിലേക്ക് കുതിക്കുകയാണ്.
ഇത് ഈമാനുള്ളവന്റെ ഗുണമാണ്. ഏത് കാലാവസ്ഥയിലും ഏത് സീസണിലും ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടാലും മറ്റുള്ളവർക്ക് ഉപകാരമാണ്. ഇതിനെന്തു വേണം? മുഅ്മിനീങ്ങളായ നമുക്കൊക്കെയും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണമെന്ന ഒരു നല്ല മനസ്സുണ്ടായിരിക്കണം. അവിടെയാണ് നമ്മളെ തൗഹീദ് നമ്മളിൽ മാറ്റമുണ്ടാക്കുന്നത്, ഉപദ്രവം ഉണ്ടാക്കുമ്പോഴല്ല. അങ്ങനെയുള്ള മനസ്സുണ്ടെങ്കിൽ പൊരേന്ന് തന്നെ നമുക്ക് തുടങ്ങാം സേവനം. പൊരയിൽ നമ്മളെ സേവനം ഒരുപാട് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് കാലത്ത് പൊരയിൽ വലിയ തിരക്കുള്ള സമയമാണ്. ഒരു 4-5 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ സ്കൂളിലും മദ്രസിലും പോകുന്നതാണെങ്കിൽ ഉമ്മാക്ക് പിടിപ്പത് പണിയുണ്ടാവും. ആ നേരത്ത് രാവിലെ ഇവർക്ക് മദ്രസയിലേക്ക് പോകണം. ആദ്യം അതിനുള്ള അത്യാവശ്യം ചായയും കടിയും ഇപ്പം കിട്ടണം. അത് കഴിയുമ്പോഴേക്ക് അവർ വരും. സ്കൂൾ പോകാനാകുമ്പോൾ തിന്നുള്ളത് വേണം, പേക്കാക്കാനുള്ളത് വേറെ വേണം, അവരെ ഡ്രസ്സ് എടുത്തു വെക്കണം, അവരെ പുസ്തകം റെഡിയാക്കി വെക്കണം, യൂണിഫോം വേണം, ഷൂ വേണം, ഷോക്സ് വേണം. എത്ര തിരക്കാ! അതിന്റെ ഇടയ്ക്ക് 1-1.5 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടാവും. ഇത് ഒക്കെ തിന്നിട്ട് ഇറങ്ങൂല. ഈ ബഹളങ്ങളൊക്കെ അടുക്കളയിൽ നടന്നാലും അവിടേക്ക് തിരിഞ്ഞു നോക്കാത്തവരായി നമ്മൾ മാറാറുണ്ടോ? നമ്മൾ ആലോചിക്കുക. നമ്മളെ സേവന ആവശ്യമുള്ള സമയമാണ്. ഞമ്മക്കതാ സിറാജ് ദിനപത്രം രാവിലെ 6 മണിക്ക് വീട്ടിലെത്തും. ഇതെത്തിയാല് ആദ്യത്തെ പണി എന്താ? അതാണ് ഖത്തം തീർക്കലാണ്. അത് ഖത്തം തീർക്കാൻ വേണ്ടി പുറത്തെ കൊലായ്മേൽ ഇരുന്ന് കാലുമേൽ കയറ്റിച്ച് പിന്നെ അതൊരു സ്റ്റൂളിന്റെ കാലുമേൽ തിരികെ അടടും. ഇനി അതിങ്ങോട്ട് എടുക്കൂല. ഇത് ഖത്തം തീരാതെ കാല് വലിക്കൂല. അടുക്കളയിൽ പെരുങ്കരച്ചിലുണ്ട്. ഒരുത്തി വരണ്ടിന്റെ അമലിയാത്ത് കാണുന്നില്ല. മറ്റോള് എന്റെ യൂണിഫോം അവിടെ, എന്റെ ബാഗ് എടെ, ചോറ്റുംപാത്രം എടെ, അതൊക്കെ അവിടെ ഇങ്ങനെ വിളിക്കണു. ഇയാൾ ഇങ്ങനെ വായിക്കന്നെ. അതിന്റെ ഇടക്കുണ്ട് മുമ്പർക്കൊരു വിളി, പാത്തുമ്മ ഒന്നും കെടുവാന്നാണ്. എന്തേന്ന് എന്നോടെല്ലോട് വരാൻ പറഞ്ഞത്. ഒക്കത്തൊരു കുട്ടി കയ്യിലൊരു കത്തി മറ്റേ ചട്ടക്കുമായിട്ട് ഓള് വന്ന് എന്തേന്ന് ചോദിച്ചു. ആ പത്രം കണ്ടെടുത്ത ഇയാളെ പത്രത്തിന് നടുവിലെ പേജ് മുറ്റത്തേക്ക് വീണതാ. അത് ഇവളോട് എടുപ്പിക്കുക. ഈ ജാതി ആൾക്കാരായാല് എവിടുന്ന് നമ്മൾ സേവനം ചെയ്യാം? അപ്പൊ രാവിലെ ഒക്കെ ഒന്ന് പുരയിൽ അടുക്കളയ്ക്ക് ചെല്ലാൻ പറ്റുമല്ലുണ്ടെങ്കിൽ ഒന്ന് പോയി ചെറിയൊരു ഹെൽപ്പ് ചെയ്തു കൊടുക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കളയിൽ ഒഴിവുള്ളപ്പോൾ വന്ന് ഞങ്ങളെ സഹായിക്കുമായിരുന്നു. എന്റെ വീട്ടിലതാ മാംസം കൊണ്ടുവരപ്പെട്ടപ്പോൾ മുത്തുനബി പറഞ്ഞു, ആയിഷ കത്തി എവിടെ? കത്തി വാങ്ങിയിട്ട് മാംസം കഷ്ണിച്ചു തരികയാണ്. ഓർത്തു നോക്കൂ നിങ്ങൾ, എത്ര തിരക്കുള്ള നേതാവാണ് നമ്മളെ നേതാവ്. അതിന്റെ ഇടയിൽ വീണ് കിട്ടുന്ന സമയത്തും വീട്ടുകാർക്ക് സേവനം ചെയ്യുന്ന മനസ്സാണ്. ഇതാണ് ഈമാനുള്ളവന്റെ അടയാളം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമുക്ക് സേവനത്തിന് അവസരമാണ്. ഇന്ന് നമ്മൾ ഈ ഹൈവേയിലേക്ക് ചെന്നാൽ എത്ര തിരക്കാണ്. അവിടെ നമ്മൾ ചെന്നാൽ റോഡ് മുറിച്ചടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ചെറുപ്പക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ദീർഘദൃഷ്ടിയുണ്ട്, കൈകാലുകൾക്കൊക്കെ കരുത്തുണ്ട്. എന്നാല് ഏത് വണ്ടിന്റെ ഇടയിൽ കൂടി നമ്മളിങ്ങനെ നൂണ്ടപ്പുറത്ത്. ആ സമയത്തതാ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ബാഗുമായി നിൽക്കുന്ന ഒരു ഭാഗത്ത്, കൈക്കുഞ്ഞുങ്ങളെയുമായി ഉമ്മമാര്, പ്രായം ചെന്ന വാപ്പമാര്, ദൂരക്കാഴ്ച കുറഞ്ഞവരാണ്. ആ ബസ് എവിടെ എത്തി, ഞാൻ അവിടെ പോകുമ്പോഴേക്ക് മുട്ടുവോ, 2 അടി മുന്നോട്ട് 4 അടി വയ്യോട്ട് ഇങ്ങനെ നിൽക്കുക. ഇവരെ ഒന്നും നമ്മൾ കാണൂല. എങ്ങനെ പോയാൽ സേവനം എന്നൊരു മനസ്സില്ലെങ്കിൽ, നമ്മളെ നന്മ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹമുള്ളവനാണെങ്കിൽ ഇതൊന്ന് നോക്കൂ. ആരൊക്കെ നമ്മളെ കൂടെ കടക്കാൻ, ഞാൻ ഏതായാലും പോവല്ലേ, എന്നാ വരി മക്കളെ, ആ കുട്ടികളൊക്കെ ഒന്ന് കൂട്ടി ആവശ്യമാണെങ്കിൽ ബസ്സിനൊന്ന് കൈ കാണിച്ച് ഇവരെയും കൂട്ടി ഒന്ന് റോഡിന്റെ അക്കരക്ക് നടന്നാൽ എന്തൊരു സംതൃപ്തി ഉണ്ടാവും നമുക്ക്. ഇതൊരു സേവനമാണ്. ഒരു ദിവസം നമുക്ക് കൂലി എത്രയാണ് കിട്ടുക? ഈ രീതിയിൽ നമ്മൾ സഹകരിക്കുകയാണെങ്കിൽ. നമ്മൾ ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നമുക്ക് ചെറുപ്പക്കാരായതുകൊണ്ട് സീറ്റ് കിട്ടണം. നിൽക്കാൻ പറ്റൂലല്ലോ, ആരോഗ്യമുള്ള അത് കേടുന്നൂലേ. അപ്പൊ നമുക്ക് സീറ്റ് കിട്ടണം. സീറ്റ് കിട്ടാൻ ആദ്യം തന്നെ നമ്മളിങ്ങനെ നോക്കും, വല്ല ഒഴിവുണ്ടോ. അവിടെ 2 ഡോറിന്റെ അടുത്തും തിരക്കാണെങ്കിൽ സീറ്റ് പിടിക്കല. അങ്ങനെ സീറ്റ് പിടിക്കുക, കയ്യിൽ എന്തെങ്കിലും ഉണ്ടെ അതിടുക. ഇനി ഒന്നുമില്ലേ, കുപ്പായെങ്കിലും കഴിച്ചിട്ട് അതിൽ കിട്ട് സീറ്റ് ബുക്ക് ചെയ്തു. ഇനി വണ്ടിയിൽ കയറാൻ പോകുമ്പോ അവിടെ ആ കുട്ടികൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. ഓലെ നന്നായി ഒന്ന് നോക്കിയിട്ട് ഒരൊറ്റ തുരത്തല, മാറിക്ക് മക്കളെ, മനുഷ്യന്മാര് കയറട്ടെ. അത് കേട്ടാ തോന്നുന്നു കുട്ടികളൊക്കെ മൃഗങ്ങളാന്നാ, കുട്ടികളൊക്കെ മാറ്റാം. പിന്നെ അവിടെ പ്രായം ചെന്ന ഒരു ഉമ്മാമുണ്ട്, ഒരു കുട്ടീനെയായിട്ട് മുട്ടും കൈ കൊണ്ട് ഒരു കുത്ത. അതിന് പുറത്തൊരു വല്യാപ്പുണ്ട്, വല്യാപ്പന്റെ മുട്ടുംകാലം ഇങ്ങോട്ട് വളയണില്ല. ഈ വലിയ സ്റ്റെപ്പ് കയറാന് ഒരുപാട് ശ്രമിച്ചു നോക്കി, ആരും ഒന്നും താങ്ങി കൊടുക്കണില്ല. അയാളെ മറ്റേ കൈ കൊണ്ടും തട്ടിയിട്ട്
ചെറുപ്പക്കാരനായ നമ്മൾ കയറിയിട്ട് ബുക്ക് ചെയ്ത സീറ്റ് പോയിട്ട് ഇരുത്താണ്. പിന്നെ ആ വല്യാപ്പ കയറി വരുന്ന എപ്പോഴാന്ന് നിങ്ങൾ എല്ലാവരും കയറിയതിന് ശേഷം അതിങ്ങനെ കളിക്കേണ്ടപ്പോൾ ആരോ ഒന്ന് താങ്ങിക്കൊടുത്ത് കയറിയപ്പോൾ അവസാനത്തെ ഒരു പ്രതീക്ഷ എവിടെ? ആ ബാക്കിലെ സീറ്റിൽ 5 ആളെ സീറ്റാണെങ്കിലും ചിലപ്പം ബാറ്റിൽ ഇടണമാതിരി ഒരാറാമത്തെ ആളും കൂടി ഒക്കെ ഇടലുണ്ട് അവിടെ. അത് നോക്കി നോക്കുമ്പോൾ അവിടെ ഇപ്പൊ 7 ആളാ. ഇനിയിപ്പോ എവിടെ ഇരിക്കുക? പിന്നെ അവസാന പ്രതീക്ഷ ഏതെങ്കിലും അഭ്യുദയകാംക്ഷികൾ ഈ പ്രായം ചെന്നവന് ഒരു ഇടം തരുമോ എന്ന് കരുതുകയാണ്. അങ്ങനെ സീറ്റുകളിൽ ഇങ്ങനെ മാറി മാറി നോക്കുമ്പോഴാണ് ആ പ്രായമുള്ള മനുഷ്യന്റെ കണ്ണ് എന്റെ നേരെ വരുന്നത്. ഞാൻ പേടിച്ചു, സീറ്റ് ഒഴിവായി കൊടുക്കേണ്ടി വരുമോ? അപ്പോഴാണ് എനിക്കൊരു യുക്തി വരുന്നു. പെട്ടെന്നൊന്ന് കണ്ണടച്ച് ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫഗ്ഫിർഹാ. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഈ ദിക്റും ചൊല്ലി ഒരൊറ്റ കണ്ണുകൂട്ടലാണ്. ഇനി ഏത് വല്യാപ്പ് കയറിയാലും ഞാനറിയില്ല, ഏത് വികലാംഗം വന്നാലും എനിക്ക് പ്രശ്നമല്ല. എന്റെ സ്റ്റോപ്പിലെത്തുമ്പോഴേ ഞാൻ ഇറങ്ങൂ. ഇതല്ല മുഅ്മിനായ മനുഷ്യൻ. തൂത്തി ഉകുലഹാ കുല്ലഹീൻ. നമ്മളെ സേവനം ഏത് സാഹചര്യത്തിലും ഏത് കാലാവസ്ഥയിലും കൊടുക്കാൻ കഴിയണം. നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവരാകണം, ഉപദ്രവം ചെയ്യുന്നവനല്ല. ഈ സീറ്റ് മാന്യമായ രീതിയിൽ ആ ഉപ്പാപ്പാക്കങ്ങ് മാറിക്കൊടുത്താൽ നാളെ പരലോകത്ത് ചെല്ലുന്ന നേരത്ത് അല്ലാഹ്ക്കൊരു ചോദ്യമുണ്ട്. ലാ തസൂല ഖദമ ബിനി ആദമ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഖംസ്. 5 അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദിച്ച് മറുപടി കേട്ടതിന് ശേഷമല്ലാതെ വെച്ച കാല് മാറ്റി ചവിട്ടാൻ കഴിയില്ല മഹ്ശറിൽ. അതിലൊരു ചോദ്യം എന്താണ്? വഅൻ ശബാബിഹി ഫീമ അബ്ലാ. നിന്റെ യൗവനം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? അവിടെ റബ്ബേ, ഞാൻ എന്റെ നാട്ടിലെ ഒരു ക്ലബിന് വേണ്ടി 1000 റൺസ് എടുത്തു എന്ന് പറഞ്ഞാൽ അല്ലാഹ് തൃപ്തിപ്പെടൂല. 100 ഗോൾ അടിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹ് സ്വീകരിക്കൂല. ഒരമണിക്കൂർ നേരം എന്റെ ആരോഗ്യം ഉപയോഗിച്ച് ഞാൻ കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് നിന്നിട്ടുണ്ട്. അത് പ്രായം ചെന്നൊരു പാപ്പാക്ക് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സ്വർഗത്തിലേക്ക് പോകാൻ ഈ സേവനമായിരിക്കും കാരണമെന്നറിയുക. ഇങ്ങനെ ആളുകൾക്ക് ഉപകാരമുള്ളവനാകണം മുഅ്മിൻ. ഞാൻ നീട്ടുന്നില്ല. മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളെ സംബന്ധിച്ച് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു, മദീനയിൽ ഒരു ഉമ്മാമ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. പക്ഷാഘാതം ബാധിച്ച് ശരീരം തളർന്നു. ആരോരും നോക്കാനില്ല, അങ്ങേയറ്റത്തെ പ്രായവും. ഞാൻ ഇടക്ക് പോയി ആ ഉമ്മാക്ക് രാത്രി വൃത്തിയാക്കി കൊടുത്ത് ആഹാരം നൽകി പുതിയ വസ്ത്രം ധരിപ്പിച്ച് പോരാറുണ്ട്. എന്നാൽ ചില ദിവസം ചെന്നു നോക്കിയാൽ അത് ആരോ നിർവഹിച്ച് കടന്നു കളഞ്ഞിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു, ആരായിരിക്കും അത് ചെയ്യുന്നത്? ഒരു ദിവസം ഞാൻ പതുങ്ങി നിന്നു. അപ്പോഴതാ വരുന്നു ഫൈദാ ഹുവ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫഹുവ യൗമഇദിൻ ഖലീഫത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ പ്രതിനിധിയായി ഖലീഫയായി മദീന വാഴുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. തന്റെ നാട്ടിൽ ശരീരത്തിന്റെ ചലനം ചോർന്ന് ജീവച്ഛവമായി കിടക്കുന്ന ഉമ്മാമയെ വൃത്തിയാക്കാൻ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം നടത്താൻ വന്നു പോകുന്നത് എന്ന് ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സ്വന്തം കുടുംബത്തിൽ പ്രായമുള്ളവരുണ്ടായാൽ, സ്വന്തം വീട്ടിൽ ഉമ്മമാർക്ക് സുഖമില്ലാതെയായാൽ 5 മിനിറ്റ് അവരെ ചാരത്ത് ചെന്നിരുന്നാൽ ആ ഉമ്മാന്റെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അതൊക്കെ ഒന്ന് പെയ്തൊഴിഞ്ഞു പോയാൽ ആ ഉമ്മാക്കൊരു സമാധാനം ഉണ്ടാകൂ. പക്ഷേ ഒരു 10 മിനിറ്റ് നേരം ഉമ്മാന്റെ അടുത്ത് ഇരുന്നു കൊടുക്കാൻ പോലും മനസ്സില്ലാത്ത, ഒഴിവ് കണ്ടെത്താത്ത ഞാനും നിങ്ങളും പഠിക്കണം. നമ്മൾ ഉപകാരികളാണോ ഉപദ്രവകാരികളാണോ? ഈമാന് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഉപകാരം ചെയ്യണം. ആ ഉപകാരത്തിൽ നമ്മൾ അടുത്ത ബന്ധുക്കളോട് ഏറ്റവും വലിയ കടപ്പാടുണ്ട്. മഹാനായ അസ്ലം റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ ഖത്താബ് തങ്ങളെ കൂടെ രാത്രി സമയത്ത് പ്രജകളുടെ പ്രശ്നങ്ങളെ പഠിക്കാനിറങ്ങിയ ഒരു യാത്ര. ഒരു കുഗ്രാമത്തിലെ ഒരു കൂരയിൽ നിന്ന് നിലവിളി കേട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു.
ഞാനും എന്റെ ഭാര്യയും മാത്രമാണ് ഈ വീട്ടിലുള്ളത്. ഭാര്യ പ്രസവ വേദന കൊണ്ട് പുളയുകയാണ്. അവളെ സഹായിക്കാൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ കിട്ടാൻ ഇവിടെ പരിസരത്തൊന്നും അതിനു പറ്റിയ പെണ്ണുങ്ങളില്ല. എന്റെ ഭാര്യക്ക് വലിയ പേടിയാണ്, എനിക്കും ബേജാറാകുന്നുണ്ട്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നു. നമ്മളൊക്കെ മനസ്സിൽ ഉമറില്ലാന്ന് പറഞ്ഞാൽ എപ്പോഴും വാള് കൊടുത്തിട്ട് ഇങ്ങനെ ആരടാ ഞാനടാ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് നമ്മളെ മനസ്സിലുള്ളത്. ആ ഹൃദയത്തിന്റെ ആർദ്രത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതോ ഒരു ചങ്ങാതിയുടെ പെണ്ണ് പ്രസവിക്കാൻ വേണ്ടി ആ വേദന എടുത്ത് കരയുന്നു എന്ന് കേട്ടപ്പോ കണ്ണിൽ വെള്ളം നിറയാം. നമുക്കൊക്കെ നമ്മളെ പെണ്ണുങ്ങൾക്ക് പ്രസവവേദന കയറാൻ വലിയ ബജാറുണ്ടാകുന്നുണ്ട്, ഒരു പേടി. ഇത് നോക്കുങ്ങള് എത്രയാണ് അവിടുത്തെ ദയ. അവിടുന്ന് നേരെ ഓടുന്നത് സ്വന്തം വീട്ടിലേക്കാണ്. അന്നത്തെ പ്രഥമ വനിത എന്ന് പറയാവുന്ന രാജാവിന്റെ ഭാര്യയാണ് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ. ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ പ്രിയതമയെയും കൂട്ടിയതാ ഈ വേദനകൾ കൊണ്ട് പുളയുന്ന വീട്ടിലേക്ക് വരുന്നു. വീട്ടുകാർക്കറിയില്ല ആരാണ് ഈ സേവകി, ആരാണ് അവരെ കൂടെ വന്ന ഭർത്താവ്. ആ ഭർത്താവും ആ വീട്ടുകാരനും പുറത്തുനിന്ന് സംസാരിക്കുന്നു. അകത്തുപോയി ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ ഈ പെണ്ണിന്റെ പ്രസവ ശുശ്രൂഷ നടത്തുന്നു. അല്പം കഴിഞ്ഞപ്പോഴതാ സഹോദരി പ്രസവിച്ചു. സന്തോഷം കൊണ്ട് ഉമ്മു കുൽസൂം അറിയാതെ വിളിച്ചു പറഞ്ഞുപോയി, യാ അമീറൽ മുഅ്മിനീൻ ബശ്ശിർ സാഹിബക ബിഉലാം. ഓ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ കൂട്ടുകാരനോട് സന്തോഷം പറയുക, അദ്ദേഹത്തിന്റെ ഭാര്യ നല്ലൊരാൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. അപ്പോഴാണ് വീട്ടുകാർക്ക് ബോധ്യമായത് ഇത് ഖലീഫയാണ്, അവിടുത്തെ ഭാര്യയാണ്. കാൽക്കൽ വീണ ആ ചെറുപ്പക്കാരൻ കരഞ്ഞു, തങ്ങളെ നിങ്ങളും ഭാര്യയുമാണ് ഈ സേവനം ചെയ്തതെന്നറിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കുമായിരുന്നില്ല. പുറത്തു കൊട്ടിയിട്ട് ഖലീഫ പറയുന്നു, മോനെ നമ്മളൊക്കെ മനുഷ്യരാണ്, ആരാണ് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് കടന്നുപോയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ഗുണപാഠങ്ങൾ ഈ സംഭവത്തിലുണ്ട്. ഒന്നാമതായി നേരത്തെ നിങ്ങൾ നോക്കൂ, പ്രായം ചെന്നൊരു ഉമ്മാമക്ക് സുഖമില്ലാതെയായപ്പോ കണ്ണു കാണാത്ത ശയ്യാവലംബിയായ ആ കിളവിയായ സ്ത്രീയെ ഉമർ ഖത്താബ് തങ്ങൾ നേരിട്ട് ചെന്ന് പരിചരിച്ചു. അത് മതം അനുവദിച്ചിട്ടുള്ളതാണ്. അങ്ങേയറ്റം പ്രായമായ ഒരു പെണ്ണിനെ ഒരന്യ പുരുഷന് വേറെ ആരുമില്ലെങ്കിൽ പരിചരിക്കുന്നതിന് വിരോധം ഇല്ല, പരിചരിക്കണം അയാള്. അതേ സമയത്ത് ഒരു യുവതിയാണെങ്കിലോ അവിടെ നമ്മൾ ചെറുപ്പക്കാര് പോയി പരിചരിക്കുമ്പം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസവ വേദന കൊണ്ട് പൊളയുന്ന യുവതിയുടെ അടുത്ത് എന്നപ്പം അത് ഞാനേറ്റു എന്ന് പറഞ്ഞോ? ഇല്ല, വേഗം പോയത് സ്വന്തം ഭാര്യയെ കൊണ്ടുവരാനാണ്. അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ സ്ത്രീകളെ കൊണ്ടുവന്ന് നമ്മൾ അവർക്ക് സേവനം ഒരുക്കി കൊടുക്കണം. സ്ത്രീകളെ വിളിക്കുമ്പോൾ എല്ലാം അന്യ പെണ്ണുങ്ങളാവട്ടെ എന്ന് കരുതണ്ട. അവനവന്റെ വീട്ടിലുള്ളവരെ ഈ സേവനത്തിന് നമ്മൾ സന്നദ്ധരാക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങൾ അയൽവാസിയാണ്, മെഡിക്കൽ കോളേജിൽ ഒരുപക്ഷെ പ്രസവ കേസാണ്, 3 മാസം മുൻകൂട്ടി ഇവിടെ വന്ന് കിടക്കണമെന്നാണ് നിയമം, ഡോക്ടറുടെ ശാസന. ആ പെൺകുട്ടി 3 മാസമായി അവിടെ കിടക്കുന്നു. ആകെ ഇവരെ കൂടെ നിൽക്കാൻ ഒരൊറ്റ പെണ്ണാണുള്ളത്. അവളാണ് ഏറ്റവും കഷ്ടത അനുഭവിക്കുന്നത്. ഇതൊക്കെ നമുക്കൊക്കെ അറിയാം. പക്ഷേ നമ്മൾ ആരെങ്കിലും ഒഴിവുള്ള ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ഭാര്യയോട് പറയാൻ തയ്യാറാകാറുണ്ടോ? ഇന്ന് നമ്മളെ മക്കളെ ഞാൻ നോക്കിക്കൊള്ളാം, രാവിലെ മുതൽ വൈകുന്നേരം വരെ നീ ആ കുട്ടിയുടെ അടുത്തൊന്ന് പോയി നിന്നുകൊടുത്താൽ ആ കൂടെ നിൽക്കുന്ന പെൺകുട്ടിക്കൊന്ന് വീട്ടിൽ വന്ന് കുളിച്ച് വൃത്തിയാവാനെങ്കിലും പറ്റുമല്ലോ. ഇങ്ങനെ പെങ്ങന്മാരെ വിട്ടുകൊടുക്കുന്നവർ, പെൺമക്കളെ വിട്ടുകൊടുക്കുന്നവർ, ഭാര്യമാരെ വിട്ടുകൊടുക്കുന്നവരായി നമ്മൾ മാറണം. ഇതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് കാണിച്ച മാതൃക. ഇതാണ് റബ്ബ് സൂചിപ്പിച്ചത്, തൂത്തി ഉകുലഹാ കുല്ലഹീൻ. എല്ലാ സമയത്തും ഈന്തപ്പന അതിന്റെ വിഭവം ജനങ്ങൾക്ക് വിതരണം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ സേവന സന്നദ്ധരായി, സാന്ത്വന സേവകരായി, മറ്റുള്ളവരെ കണ്ണീരൊപ്പുന്നവരായി നമ്മൾ മാറണം. അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്
എന്ന വചനം നമ്മളിൽ നേടുന്ന സ്വാധീനം. ഇതില്ലാതെ നമ്മൾ 1000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. എല്ലാവരോടും പരുപരുത്ത പെരുമാറ്റം, ഒരാളോടും ദയ കാണിക്കുന്നില്ല, കുടുംബത്തിൽ വളരെ ദേഷ്യപ്പെട്ട് മാത്രം ജീവിക്കുന്നു, സമൂഹത്തിൽ എപ്പോഴും അടിപിടി ഉണ്ടാക്കുന്നു, ഒരാൾക്കും സമാധാനം കൊടുക്കുന്നതിന് പകരം പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സഹോദര, നമ്മൾ മുഅ്മിനാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് തൗഹീദ്, അത് ഏകദൈവ വിശ്വാസം, അതൊരാളെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ അവനിൽ ഉണ്ടാകേണ്ടത് വിനയമാണ്. സർവശക്തനായ അള്ളാഹുവിന്റെ എളിയ ഒരടിമയാണെന്ന അവബോധം ആ മനുഷ്യനെ വിനയാന്വിതനാക്കുകയും സേവന സന്നദ്ധനാക്കുകയും ചെയ്യുന്നു എന്നതാണ് മനുഷ്യനെ ഇങ്ങനെ ഒരു വൃക്ഷത്തോട് ഉപമിക്കാനുണ്ടായ കാരണം. അങ്ങനെ അള്ളാഹു എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവരായി ജീവിച്ചു മരിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖിനെ ഏറ്റിത്തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അള്ളാഹുവെ, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ സ്വീകരിക്കണേ റഹ്മാനെ. നാളെയും മറ്റന്നാളും നമ്മളെ പരിപാടി അതിന് പിറ്റേന്നുമുണ്ട്. സജീവമായി നിങ്ങളൊക്കെ വിജയിപ്പിക്കണം. ഇന്നലെ നമുക്ക് വറാത്ത് രാവായി, ഇന്നതിന്റെ നോമ്പുമായി. അങ്ങനെ അല്പം സമയം വൈകി. ഞാൻ ഇന്നലെ പറഞ്ഞത് മാനിച്ച് നേരത്തെ എത്തിയിരുന്നു. പക്ഷെ ഇവിടെ വന്നു നോക്കുമ്പോൾ നിങ്ങൾ ആരും കണ്ടില്ല. ആരെയും കാണാതെ ഞാനും ഓപ്പറേറ്ററും ഇവിടെ ഒറ്റക്ക് പരിപാടി ആരംഭിച്ചു. പിന്നെ നിങ്ങളൊക്കെ വന്നു. അൽഹംദുലില്ലാഹ്, നാളത്തെ വരവ് ഒന്നുകൂടി നേരത്തെ ആക്കിയാൽ നമുക്ക് ഭംഗിയായി ഒരു 2 മണിക്കൂറെങ്കിലും വിഷയാവതരിപ്പിക്കാനുള്ള സമയം കിട്ടും. ഇന്ന് പണ്ടത്തെ മാതിരിയിൽ എല്ലാവർക്കും അവരുടേതായ സ്വയലുണ്ട്. ഇപ്പോഴത്തെ സൗകര്യമൊക്കെ മാനിച്ച് ഒരു പരിപാടിയല്ല നമ്മളാരും ഏൽക്കല്, ഒരുപാട് പരിപാടികൾ ഏൽക്കും. അതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ എല്ലാ സമയം കൂടിയും ചെലവാക്കാൻ കഴിയില്ല. നിങ്ങളൊക്കെ തിരക്കുള്ള ആളുകളാണ്. എല്ലാ ആളുകളും നാളെ 7:30 മണിയാകുമ്പോഴേക്കെങ്കിലും ഇവിടെ എത്തി ഒരു 9:30 മണിക്ക് അവസാനിപ്പിക്കുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയാൽ നാളത്തെ നമ്മളെ മറ്റു പരിപാടികൾക്കൊന്നും തടസ്സാകൂല. അള്ളാഹു വിജയത്തിൽ എത്തിച്ചു തരുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റുന്ന ഒരു 3 സ്വലാത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു കബൂലാക്കട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശാഫിഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വാ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശാഫിഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافع الأبطحي والحبيب العربي. അള്ളാഹു നമ്മൾ ചൊല്ലിയ സ്വലാത്ത് അവന്റെ ഹബീബിന്റെ സവിധത്തിൽ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ശ്രദ്ധയും തിരുനോട്ടവുമുള്ള മജ്ലിസായി ഈ സദസ്സിനെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا الله. സാധുക്കളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതും ഞങ്ങളും പറഞ്ഞതും കേട്ടതും ഞങ്ങൾ ചെയ്ത സ്വതക്കകളും ചൊല്ലിയ സ്വലാത്തും നീ കബൂലാക്കണേ റഹ്മാനെ.
നാളെ പരലോകത്ത് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സദസ്സുകളിൽ ഈ മജ്‌ലിസിനെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് മജ്‌ലിസിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. ഈമാനും തഖ്വയും ഏറ്റിത്തരണേ അല്ലാഹ്. ഏത് സാഹചര്യത്തിലും നിന്നെക്കുറിച്ച് പേടിച്ചും പ്രതീക്ഷയോടെയും ജീവിക്കാനും തെറ്റുകളിൽ നിന്ന് എത്ര അനുകൂലമായ സാഹചര്യം വന്നാലും നിന്നെ ഓർത്ത് പിന്മാറാനുമുള്ള ശക്തമായ ഈമാൻ തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. കുറ്റകൃത്യങ്ങളോട് കടുത്ത വെറുപ്പ് തോന്നിപ്പിക്കണേ അല്ലാഹ്. പുണ്യകർമ്മങ്ങളോട് അതിയായ താല്പര്യം നൽകണേ റഹ്മാനെ. തഖ്വയോടെ നിന്റെ ത്വഅത്തിലായി ദീർഘായുസ് നൽകണേ അല്ലാഹ്. യാ റഹ്മാനു യാ റഹീമു യാ ഗഫ്ഫാറു യാ അല്ലാഹ്. ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്. ബന്ധുമിത്രാദികൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രസ്ഥാന ബന്ധുക്കൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. യാ റബ്ബ് യാ അല്ലാഹ്. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പല ഉദ്ദേശങ്ങളുമുള്ളവരാണ്. എല്ലാവരുടെ ഖൈറായ മുറാദുകളും നീ സാധിപ്പിച്ചു തരണേ റഹ്മാനെ. റബ്ബേ, പലരും പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. നീ സമ്പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ബാധിച്ചവർ, ഹാർട്ട് രോഗികൾ, കിഡ്നി രോഗികൾ, വയറ്റിൽ പുണ്ണുള്ളവർ, ഗ്യാസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഗർഭാശയ സംബന്ധമായ രോഗികൾ, വിവിധ കെണിപ്പുകളിൽ വേദന കൊണ്ട് പുളയുന്നവർ, നീ ശിഫ നൽകണേ അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത വേദനയുള്ള പ്രയാസമുള്ള രോഗം തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ കടങ്ങളെ നീ ഏറ്റെടുത്ത് വീട്ടി തരണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് യോജിച്ച വീട് തരണേ അല്ലാഹ്. പണി തുടങ്ങിയവർക്ക് എളുപ്പം പൂർത്തിയാക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ ആൺമക്കളുണ്ട്, പെൺകുട്ടികളുണ്ട്, യോജിച്ച ഇണകളെ തരണേ അല്ലാഹ്. നിശ്ചയിക്കപ്പെട്ട കല്യാണങ്ങളെ നീ ഭംഗിയാക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ കച്ചവടങ്ങൾ, കൃഷികൾ, മറ്റ് സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ, തൊഴിലുകൾ എല്ലാം ഖൈറും ബർക്കത്തുള്ളതാക്കണേ റഹ്മാനെ. ഞങ്ങളാക്കിയ മാതാപിതാക്കൾ, ഉസ്താദുമാർ പലരും മരണപ്പെട്ടു പോയി. പ്രത്യേകിച്ച് ഈ അടുത്ത് ഈ മാസത്തിലൊക്കെ വഫാത്തായ ഒരുപാട് മഹാന്മാരുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ അണ്ടോണ ഉസ്താദടക്കം അവരൊക്കെ ദറജകളെ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ജന്നാത്തുൻ നഈമിൽ വെച്ച് കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മമാര്, വാപ്പമാര്, ഉസ്താദുമാര് പലരും ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അവരെ ദറജ ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. എന്തു പ്രയാസമുണ്ടെങ്കിലും നീ അകറ്റിക്കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഹജ്ജും ഉംറയും സിയാറത്തും ഞങ്ങളെ ജീവിതാഭിലാഷമാണ്. ഒരുപാട് തവണ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ മഹല്ലത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ കരുത്ത് നീ നിലനിർത്തണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന സർവ്വ ആലിമീങ്ങളെയും മുഅ്മിനീങ്ങളെയും നീ ഐക്യപ്പെടുത്തണേ റഹ്മാനെ. ബിദ്അത്തിൽ അകപ്പെട്ടു പോയ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട് അല്ലാഹ്. എല്ലാവരെയും നീ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചെത്തിക്കണേ റബ്ബേ. പലരും യുക്തിവാദങ്ങളിൽ ആകൃഷ്ടരായി, മറ്റു പല ഭൗതികമായ പ്രേരണകളിൽ വശംവദരായി വഴിവഴച്ചു പോയവരാണ്. ഒരാളോടും ഞങ്ങൾക്ക് വ്യക്തിപരമായ വിദ്വേഷമില്ല. നീ അവരെയൊക്കെ സന്മാർഗത്തിലാക്കണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്ത് ജനകോടികൾ ജീവിച്ച് കടന്നുപോയ ഋജുവായ മാർഗമാണ്. ആ വഴിയിൽ ഞങ്ങളെയും ഞങ്ങളെ സന്താന പരമ്പരകളെയും ഖിയാമത്ത് നാൾ വരെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അവസാനം ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഖബറിൽ നീ തുണയാകണേ റഹ്മാനെ. മഹ്ശറിൽ തണലേകണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ വിരുന്നും അവിടുത്തെ ശഫാഅത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് കുടുംബസമേതം ഞങ്ങളെ എല്ലാവരെയും നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. നരകത്തിന്റെ വിറകുകളാക്കി നീ ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. റബ്ബേ, ഈ പരിപാടിയുടെ സംഘാടകർക്ക് നീ റഹ്മത്തും ബർക്കത്തും ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ.
അവരുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. നാളെ പരലോകത്ത് കൺകുളിർക്ക സന്തോഷം നൽകുന്ന ഹൈറായ ഒരു അമലായി നീ ഇതിനെ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിനോട് സാമ്പത്തികമായും ശാരീരികമായും സഹകരിച്ച എല്ലാവർക്കും ഇത് കൺകുളിർക്ക സന്തോഷിക്കാൻ പറ്റിയ ഒരു സൽക്കർമ്മമായി നീ കബൂലാക്കണേ അല്ലാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا تقبل منا ولا تردنا خائبين. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും എനിക്കും കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ രാവിലെ 8:30 ഏവർക്കും ഉപകാരപ്പെടുന്ന മയ്യത്ത്